വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS, ബൂട്ട്സ്ട്രാപ്പ്, PHP, MySQL ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജീസും പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സ്റ്റാറ്റിക് വെബ്സൈറ്റുകളായിരുന്നു. അതായത് ജസ്റ്റ് HTML മാത്രം, സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ചേഞ്ച് ആവാത്ത ആപ്ലിക്കേഷൻസ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഈ ഡൈനാമിക് ആപ്ലിക്കേഷൻസ് നമ്മൾ PHP അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈനാമിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഗിറ്റബ് പേജിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗിറ്റബ് പേജിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, അതായത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഇത് മാത്രമേ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡൈനാമിക് ആപ്ലിക്കേഷൻ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഡൈനാമിക് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ, HTML ആദ്യം നിങ്ങൾ പഠിച്ചു, പിന്നെ നിങ്ങൾ CSS പഠിക്കുമ്പോൾ HTML പാടെ മറന്നു കളയരുത്. അങ്ങനെ മറക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, CSS നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HTML നിർബന്ധമാണ്. HTML കൂടെ CSS ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് വെറും ജാവാസ്ക്രിപ്റ്റ് ചെയ്യാതെ HTML, CSS കൂടെ ചേർന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടേക്കും നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ PHP പഠിക്കുന്ന സമയത്ത് PHPയും HTML, ജാവാസ്ക്രിപ്റ്റ്, CSS എല്ലാം കൂടി ചേർത്ത് പഠിക്കുക. പിന്നെ ബൂട്ട്സ്ട്രാപ്പ് പഠിക്കുമ്പോൾ അതും ബൂട്ട്സ്ട്രാപ്പ് കൂടെ ഇതിന്റെ കൂടെ ചേർക്കുക. MySQL പഠിക്കുമ്പോൾ അതും ഇതിന്റെ കൂടെ ചേർക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം പഠിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ് ആവും. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ ആദ്യം ഒന്ന് പഠിച്ചു തീർത്ത് മാറ്റി വെച്ചു അടുത്തത് പഠിച്ചു അങ്ങനെയല്ല ഒരിക്കലും ഈ ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡിൽ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഫീൽഡ് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ബേസിക് ആയിട്ടുള്ള, അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് മാത്രം. HRMS എന്ന് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കമ്പനികളിലൊക്കെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാനും അവരുടെ സാലറി, അവരുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഒരു ബേസിക് സിസ്റ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന് ടേം ഉണ്ട്. അതായത് ക്രൂഡ് എന്ന് പറയും, CRUD, ക്രൂഡ്. അതിൽ C എന്ന് പറയുന്നത് ക്രിയേറ്റ്, അതായത് ഒരു എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുക. R എന്ന് പറയുന്നത് റീഡ്, എംപ്ലോയിനെ റീഡ് ചെയ്യുക, അതായത് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിന്റെ ഡീറ്റെയിൽ കാണുക. ഇതാണ് റീഡ് എന്ന് പറയുന്നത്. പിന്നെ U ഫോർ അപ്ഡേറ്റ്, അപ്ഡേറ്റ് ചെയ്യുക, ഒരു എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഡിലീറ്റ്, എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് ഒരു ക്രൂഡ് ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, PHP ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് പറയാം യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ സാമ്പിൾ ആണിത്. അതായത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ വൺ സ്കൂൾ ചെയ്ത് ബൂട്ട്സ്ട്രാപ്പ് പഠിക്കാൻ വേണ്ടി വൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡാഷ്ബോർഡ് ചെയ്തപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നാബാറിന്റെ ഒരു പ്രൊഫൈലിന്റെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, ലോഗോ ഉണ്ട്, ലോഗോന്റെ കൂടെ ആ ഒരു നെയിം ഉണ്ട്, പിന്നെ ഒരു സൈഡ് ബാർ ഉണ്ട്, സൈഡ് ബാറിൽ മെനൂസ് ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ ഒരു കണ്ടന്റ് ഏരിയയിൽ ടൈറ്റിൽ, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈനിന്റെ ബട്ടൺ ഉണ്ട്, ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ ടേബിൾസ് ഉണ്ട്, അതിൽ എഡിറ്റ്, ഡിലീറ്റ് ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടന്റ്സ് ഒക്കെ സ്ട്രിപ്റ്റ് ആയിട്ട് ഒരു റോയിൽ ഒരു കളർ ഉണ്ട്, രണ്ടാമത്തെ റോയിൽ കളർ ഇല്ല, അങ്ങനത്തെ രീതിയിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പിൽ പഠിച്ചതാണ്. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ഉപയോഗിക്കാം. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ബൂട്ട്സ്ട്രാപ്പിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ വീണ്ടും റീവിസിറ്റ് ചെയ്ത് അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെയിം ടെംപ്ലേറ്റ് തന്നെയാണ്. ഇനി ഞാൻ എന്റെ ടെർമിനൽ ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പിൽ വന്നു. നിങ്ങൾ PHP ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ സാമ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ HTDocsലായിരിക്കും നിങ്ങൾ ആ ഒരു ഫോൾഡർ പ്രൈസ് ചെയ്യേണ്ടത് അല്ലേ. അതായത് നിങ്ങൾ HTDocs ഫോൾഡറിൽ പോയിട്ട് നിങ്ങൾ അവിടെ PHP MySQL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ കണ്ടന്റ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അത് ആക്സസ് ചെയ്യുക എങ്ങനെയാണ്, ലോക്കൽ ഹോസ്റ്റ് /PHP-MySQL അങ്ങനെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ പലർക്കും അബദ്ധം പറ്റിയിട്ടുള്ളത്, നിങ്ങൾ നിലവിൽ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ബീറ്റാ സ്ക്വയർ ടാസ്ക് എന്ന് പറഞ്ഞ റെപ്പോ നിങ്ങൾ ക്ലോൺ ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈവിലോ വരും. അപ്പൊ അവിടെ നിങ്ങൾ പോയിട്ട് കോഡ് എഡിറ്റ് ചെയ്തു ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫോൾഡർ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ HTDocsൽ കൊണ്ടുപോയിട്ട് ബ്രൗസറിൽ ആക്സസ് ചെയ്തു, എല്ലാം വർക്കിംഗ് ആണ്, കറക്റ്റ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കോഡ് എഡിറ്റ് ചെയ്യണം, അതിൽ ചേഞ്ച് വരുത്തണം. അപ്പൊ ചേഞ്ച് വരുത്താൻ വേണ്ടി നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓൾറെഡി ആ ഡെസ്ക്ടോപ്പിലുള്ള പ്രോജക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്തു, എന്നിട്ട് ബ്രൗസർ റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുള്ള കോഡാണ് എഡിറ്റ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ ബ്രൗസറിൽ കാണുന്നത് HTDocsലുള്ള കോഡാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റാത്തത്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഫോൾഡറിന്റെ പാത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക്
PHP കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അതായത് htdocsലേക്ക് നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാതെ നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ എന്റെ മിക്ക പ്രോജക്റ്റും റൺ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ് PHP എന്ന് പറഞ്ഞ കമാൻഡ്. ആ ഒരു കമാൻഡ് ഉപയോഗിച്ച് റൺ ചെയ്യാം. PHP കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ എറർ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PHP പാത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസിൽ പോയിട്ട് പാത്തിൽ പോയിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾ മുമ്പ് PHP ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്തതാണ് ആ ഒരു പാത്ത്. MySQL PHP ഒക്കെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണുള്ള എന്റെ ടെർമിനലിൽ നിങ്ങൾ ഗിറ്റ് ബാഷ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗിറ്റ് ബാഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലിനക്സ് കമാൻഡ് വർക്ക് ആവും. അപ്പൊ ലിനക്സിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാനുള്ള കമാൻഡാണ് mkdir. mkdir തൊട്ട് സ്പേസ് ഇട്ടിട്ട് ഫോൾഡറിന്റെ പേര് കൊടുക്കണം. PHP-MySQL സ്പേസ് ഒന്നും ഇല്ലാതെ ഹൈഫൺ ഇട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ലെറ്റേഴ്സിൽ. അപ്പൊ അങ്ങനെ കൊടുത്തു. ആ ഫോൾഡർ ഉണ്ടായി, എറർ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ആ ഫോൾഡറിലേക്ക് പോവാണ്. CD PHP-MySQL. ഞാൻ ആ ഫോൾഡറിൽ എത്തിയിട്ടുണ്ട്. LS അടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടന്റ്സ് ഒന്നുമില്ല. ഞാൻ ഈ ഒരു ഫോൾഡർ എന്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ കോഡ് എന്ന് പറഞ്ഞ കമാൻഡ് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നാണ് എറർ വരുന്നതെങ്കിൽ നിങ്ങൾ Ctrl+Shift+P അല്ലെങ്കിൽ Command+Shift+P അടിക്കുക. എന്നിട്ട് അപ്പം നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ കമാൻഡ് പാലറ്റ് ഓപ്പൺ ആയി വരും. അവിടെ പാത്ത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പൊ അതുണ്ടാവും ഇൻസ്റ്റാൾ കോഡ് കമാൻഡ് ഇൻ പാത്ത് എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ പാത്ത് നിങ്ങൾ സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസിൽ പാത്തിൽ പോയിട്ട് ആഡ് ആവും. അപ്പൊ അതിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ആവും. അതിനുശേഷം നിങ്ങൾ ഗിറ്റ് ബാഷോ ടെർമിനലോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് കമാൻഡ് വർക്ക് ആവും. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ആ ഫോൾഡറിന്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. സാധാരണ നമുക്ക് ഉണ്ടാവുന്നത് ഒരു HTML പ്രോജക്റ്റ് ആണെങ്കിൽ index.html ഫയൽ ആയിരിക്കും. ഇതൊരു PHP പ്രോജക്റ്റ് ആയതുകൊണ്ട് ഫോൾഡറിന്റെ ഉള്ളിൽ ഞാൻ ഒരു PHP ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, index.php. അപ്പൊ ഒരു empty PHP ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് CSS മറ്റ് അസറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കണം. സാധാരണ നമ്മൾ CSS എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് പ്ലേസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗിലാണ് ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ളത് HTML പിന്നെ CSS ജാവാസ്ക്രിപ്റ്റ് ഇമേജസ് അതൊക്കെ ഇതിനുള്ള ഒരു അസറ്റ് മാത്രമാണ്, ഇതിൽ യൂസ് ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അപ്പൊ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് CSS എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കാതെ അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഈ ഫോൾഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കും. ഇനി ഈ അസറ്റ്സ് ഫോൾഡറിന്റെ ഉള്ളിൽ CSS എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കാം. അതേപോലെ വീണ്ടും അസറ്റ്സ് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ JS എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കാം. CSS ഫോൾഡറിന്റെ ഉള്ളിലായി പോകരുത്, ഈ ഒരു JS ഫോൾഡർ ഒരേ ലെവലായിരിക്കണം. പിന്നെ അതേപോലെ അസറ്റ്സ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ കൂടെ ഉണ്ടാക്കാം. ഇനി ഈ ഒരു index.php ഫയലിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോഡൊക്കെ പ്ലേസ് ചെയ്യുന്നത്, ഫസ്റ്റ് കോഡുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അതായത് ബൂട്ട്സ്ട്രാപ്പിൽ നിങ്ങൾ വൺ സ്കൂൾ ഉപയോഗിച്ച് നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പ് പഠിച്ചതാണ്, ആ സെയിം കോഡാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ആ ഒരു ടാസ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൊജക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണാം. എങ്ങനെയാണ് ഒരു നാബാർ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സൈഡ് ബാർ ആഡ് ചെയ്യുന്നത്, മെനൂസ് ഒക്കെ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസ് എങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കണ്ട് അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതേപോലെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് എന്ന് പറയുന്നത് ഓരോ വീഡിയോസും അടുത്ത വീഡിയോയിലേക്ക് കണ്ടിന്യൂഷൻ ആണ്. നേരത്തെ ഉള്ള വീഡിയോ കഴിഞ്ഞു, പുതിയ വീഡിയോ ഉണ്ടാവും, പിന്നെ അടുത്ത വീഡിയോ, അങ്ങനെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പ്രൊജക്റ്റ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള തംബ്നയിലുള്ള നമ്പർ ഓർഡറിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്പർ ഓർഡറിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസ് കാണാം. അല്ലാതെ യൂട്യൂബ് ചാനൽ എടുത്ത് ടോപ്പിലുള്ള വീഡിയോസ് ആദ്യം കാണാതെ പ്ലേലിസ്റ്റ് വഴി വീഡിയോസ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ HTML കോഡ് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. PHP കോഡ് ഒന്നുമില്ല, ജസ്റ്റ് HTML കോഡ് തന്നെയാണ്. അതായത് ബൂട്ട്സ്ട്രാപ്പിന്റെ 5 ഐക്കൺ ലോഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബൂട്ട്സ്ട്രാപ്പിന്റെ CSS CDN ലോഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫോണ്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കണിലുള്ള CSS ലോഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ CSS, അതായത് നമ്മൾ കസ്റ്റം CSS കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും പ്ലഗിൻസോ ഇതേപോലെ ബൂട്ട്സ്ട്രാപ്പ് പോലെയുള്ള ലൈബ്രറീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം ലൈബ്രറീസിന്റെ അല്ലെ പ്ലഗിൻസിന്റെ കോഡ് കൊടുക്കാം. അതിനുശേഷമായിരിക്കണം നിങ്ങളുടെ CSSO അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റോ കൊടുക്കുന്നത്. കാരണം അവസാനം കൊടുക്കുന്നതാണ് റിഫ്ലക്റ്റ് ആവുക. അതായത് ബൂട്ട്സ്ട്രാപ്പിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റിന്റെ ഫോണ്ട് കളർ റെഡ് ആണ് വേണ്ടത്, ബൂട്ട്സ്ട്രാപ്പിലുണ്ട്, അതിന്റെ CSSലുണ്ട്. നിങ്ങൾ CSSൽ നിങ്ങൾ ഗ്രീൻ ആണ് വേണ്ടതെന്ന് കൊടുത്തു. അപ്പോൾ അവസാനം കൊടുത്തത് നിങ്ങളുടേതാണ് എടുക്കുക. അല്ലെങ്കിൽ ആദ്യം കൊടുത്തത് നിങ്ങൾ CSS ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല, ഇപ്പോഴും റെഡ് ആയിരിക്കും കാണാം. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ കൊടുക്കുന്ന ചേഞ്ച് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ CSS എപ്പോഴും ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ കൊടുത്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ കസ്റ്റം CSS കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റിൽ ചെയ്ത പോലെ തന്നെ ബോഡിന്റെ ഉള്ളിൽ ഒരു നാബാർ ഉണ്ട്, നാബാറിന്റെ ഉള്ളിൽ ലോഗോ ഉണ്ട്, 1HRMS
SMS ആണ്. ലോഗോന്റെ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ HRFന്റെ അവിടെ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫയലിലേക്കാണ് പോകേണ്ടതെന്നുള്ള index.php ആ സെയിം ഫയലിലേക്ക് പോയാൽ മതി എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു പ്രൊഫൈലിന്റെ ഒരു ഡ്രോപ്പ് ഡൗൺ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്, വർക്ക് ആവുന്നില്ല, ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ കാണിക്കുക. അതിൽ ലോഗൌട്ട് ഫംഗ്ഷൻ അല്ലെ പ്രൊഫൈൽ ഫംഗ്ഷനോ ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളെ മെനൂസും അതിന്റെ ഐക്കൺസും ഉണ്ട്. ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസിന്റെ മെനൂസിൽ ഡാഷ്ബോർഡ്, അതും index.phpയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട്, അതും index.phpയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ നാവ്ബാർ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആ ഒരു ഡിഫ്ലെക്സ്, ഒരു div to dflex എന്ന് പറഞ്ഞു കൊടുത്തത്. അതിന്റെ ഉള്ളിലാണ് സൈഡ് ബാർ ഇട്ടിട്ടുള്ളത്. സൈഡ് ബാറിന്റെ ID സൈഡ് ബാർ എന്നാണ്, അതിന്റെ CSS കൂടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ആ നാവ്ബാർ, അതായത് സൈഡ് ബാർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടെയ്നർ ഫ്ലൂയിഡ് ഇട്ടിട്ട് അതിൽ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ടൈറ്റിലും പിന്നെ ഒരു ഹോറിസോണ്ടൽ ലൈനും കൊടുത്തു. പിന്നെ അതിന്റെ താഴെ അടുത്ത ലൈനിലായിട്ട് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആണ് ആക്ച്വലി ബട്ടന്റെ ലുക്കിന് വേണ്ടിയിട്ടുള്ള. ക്ലാസ് ഇവിടെ BTN പ്രൈമറി, BTN SMSM എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സ്മോൾ ബട്ടൺ വേണ്ടിയിട്ടാണ്. പിന്നെ ടെക്സ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്ത് റൈറ്റിലേക്ക് ആ ബട്ടൺ മൂവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടേബിളിന് ബൂട്ട്സ്ട്രാപ്പിന് ടേബിൾ ക്ലാസ്സുകൾ കൊടുത്തു. ഏതൊക്കെ ഹെഡ് ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, ആക്ഷൻസ് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ടെക്സ്റ്റ് എൻഡ് കൂടെ കൊടുത്തു. ബോഡിയിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ബോഡിന്റെ ഉള്ളിൽ ഇവിടെയാണ് നമുക്ക് TR TD വേണ്ടത്. പിന്നെ അതേപോലെ ബോഡി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ജാവാസ്ക്രിപ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പല ക്ലാസ്സുകളിലും നിങ്ങൾക്ക് മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം ഒക്കെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ MT3 മാർജിൻ ടോപ്പ് 3, ടോപ്പിൽ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റും പിന്നെ ഹൊറിസോണ്ടൽ ലൈനും തമ്മിൽ സ്പേസ് ഇട്ടാണ് മാർജിൻ ബോട്ടം 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ടേബിളിന്റെ മുകളിൽ കുറച്ച് സ്പേസ് ഇട്ടാണ് മാർജിൻ ടോപ്പ് 3 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു HTML കോഡ് നമുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ CSS ആണ് അടുത്തത്. അപ്പോൾ ഈ ഒരു CSS ഫോൾഡറിൽ വന്നിട്ട് style.css ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റുഡന്റിന് വേണ്ടി ചെയ്തിട്ടുള്ള അതേ സെയിം CSS ഇവിടെയും കൂടെ ഞാൻ പേസ്റ്റ് ചെയ്യണം. ഇനി ആ ഒരു പ്രോജക്റ്റ് നമുക്ക് റൺ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് PHP കമാൻഡ് ഉപയോഗിച്ച് റൺ ചെയ്യാൻ പറ്റുന്ന കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് htdocsലേക്ക് ഇടേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആ ഫോൾഡറിൽ വന്നിട്ട് PHP എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക, -s, എന്നിട്ട് S ക്യാപിറ്റൽ ആണ്. ലോക്കൽ ഹോസ്റ്റ് നിങ്ങൾ htdocsൽ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോർട്ട് നമ്പർ കൊടുക്കേണ്ടതില്ല. ബൈ ഡിഫോൾട്ട് അത് പോർട്ട് നമ്പർ 80 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലോക്കൽ ഹോസ്റ്റ് /php-mysql എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാം ബ്രൗസറിൽ. ഇവിടെ നിങ്ങൾ ആ ഒരു പോർട്ട് ഓൾറെഡി സാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അപ്പാച്ചെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേറെ പോർട്ട് നമ്പർ കൊടുക്കണം. ഞാനിവിടെ 9003 കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. എന്നിട്ട് ആ URL ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ബ്രൗസറിൽ ആക്സസ് ചെയ്താൽ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. ലോഗോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മെനൂസിലൊക്കെ നിങ്ങൾ ഹോവർ ചെയ്യുന്ന സമയത്ത് ബ്രൗസറിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് ഏത് ലിങ്കിലേക്കാണ് അത് പോകുന്നത് എന്നുള്ള കാണാം. ലോക്കൽ ഹോസ്റ്റ് 9003 index.php, എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ, ഹൊറിസോണ്ടൽ ലൈൻ, സ്പേസിംഗ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാർജിൻ ടോപ്പോ ബോട്ടമോ റൈറ്റോ ലെഫ്റ്റോ ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ബട്ടൺ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഹെഡിങ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ആക്ഷൻസ് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ സ്ക്രീനിൽ ഫില്ലായി നിൽക്കുന്നുണ്ട്. കണ്ടെയ്നർ ആണ് കൊടുത്തെങ്കിൽ ഒരു വലിയ സ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മിഡിലായിരിക്കും ആ ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കണ്ടെയ്നർ കൊടുക്കാതെ കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ ആക്ച്വൽ PHP കോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ബേസിക് ടെംപ്ലേറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഏകദേശം ഒരു ടെംപ്ലേറ്റ് ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ലിസ്റ്റിനുള്ളത്. ഫോം ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഡാറ്റാബേസ് ആണ് വേണ്ടത്. അതായത് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസ് വേണമല്ലോ. അപ്പൊ ഡാറ്റാബേസ് ഉണ്ടാക്കണം MySQL. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഡാറ്റാബേസ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അതും പ്രൊജക്റ്റിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു SQL ഫയൽ ഉണ്ടാക്കുകയാണ് ഞാൻ. ന്യൂ ഫയൽ database.sql SQL എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ കോഡ് പ്ലേസ് ചെയ്യുന്നത്. അതായത് SQL കോഡ്, MySQLന്റെ കോഡ് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടത് ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ആക്ഷൻസ് എന്ന് പറയുന്നത് എഡിറ്റ് ഡിലീറ്റ്, അതാണ് ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ആഡ് ഇവിടെ ഉണ്ട്. അപ്പോ ആഡ് ക്രിയേറ്റിനുള്ള അത് എവിടെയാണ്? ക്രിയേറ്റ് ഇവിടെ ആഡിൽ ചെയ്യും. ക്രൂഡ് ഓപ്പറേഷനിൽ ക്രിയേറ്റിന്റെ C ഇവിടെ ആയിരിക്കും. പിന്നെ റീഡ് എന്ന് പറയുന്ന ഈ ടേബിളിലെ ഡാറ്റ ലിസ്റ്റ് അതാണ് റീഡ്. പിന്നെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ആക്ഷനിൽ ഉണ്ടാവും, എഡിറ്റ് ആക്ഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ഡിലീറ്റും ഈ ആക്ഷൻ ഫോൾഡറിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ ഡാറ്റ വേണ്ടത് ഇതൊക്കെയാണ്: ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു സിംഗിൾ ഡാറ്റാബേസ് അല്ലെങ്കിൽ സിംഗിൾ ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. സാധാരണ നമ്മൾ MySQLനെ പഠിച്ചപ്പോൾ പ്രാക്ടീസ് ചെയ്താണ് അല്ലെങ്കിൽ നമ്മൾ നോക്കിയതാണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് വേറെ ഒരു ടേബിളിൽ തന്നെ വെക്കണം. സാലറി ഒക്കെ സെപ്പറേറ്റ്
സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം. ഒരുമിച്ച് പ്ലേസ് ചെയ്തെന്ന് പഠിച്ചിരുന്നു. പക്ഷെ നമ്മളിവിടെ ആദ്യം ബേസിക് MySQL PHP നമ്മളെ കണക്ഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കാം. അതിനുശേഷം നമ്മൾ റീഫാക്ടർ ചെയ്ത് അടുത്ത പ്രോജക്റ്റിൽ സെപ്പറേറ്റ് ടേബിൾ ആക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടേബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു MySQL കോഡാണത്. ക്രിയേറ്റ് ടേബിൾ നമ്മൾ പഠിച്ചാണ്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയീസ്, നമ്മൾ എംപ്ലോയീസിനാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലൂറൽ ആയിരിക്കണം, അതായത് എസും കൂടെ ഉണ്ടാവണം. ഒന്നിലധികം എംപ്ലോയീസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു സ്മോൾ ലെറ്റേഴ്സിൽ, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ ഫീൽഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ID അത് ഇന്റിജർ ആണ്. ഓട്ടോ ഇൻക്രിമെന്റ് ഓട്ടോമാറ്റിക്കലി 1 2 3 അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരണം, അല്ലാതെ നമ്മൾ കൊടുക്കുന്നതല്ല. ID പ്രൈമറി കീ ആണ്, അതായത് ഓട്ടോമാറ്റിക്കലി വരുന്ന പ്രൈമറി കീ ആണ് നമ്മൾ കൊടുക്കുന്നത്, പ്രൈമറി സ്പേസ് കീ ആണ്. പിന്നെ കോമ ഇട്ടിട്ട് അടുത്ത ഫീൽഡ് കൊടുത്ത് ഫസ്റ്റ് നെയിം അത് varchar 50 ആണ്. 50 ലെങ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി, അതല്ലാതെ 255 ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ. ലാസ്റ്റ് നെയിമും അതേപോലെ തന്നെ varchar 50 ആണ് കൊടുത്ത്. ഇമെയിൽ varchar 100 കൊടുത്തിട്ടുണ്ട്, അതായത് 100 ക്യാരക്ടേഴ്സ് വരെ ഇമെയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. സാലറി ഡെസിമൽ ആണ് കൊടുത്തിട്ട്, അതായത് പോയിന്റ് കൂടെ ചേർത്തിട്ടുള്ള നമ്പർ ആയിരിക്കും. ചിലപ്പോൾ ഒരു എംപ്ലോയി സാലറി 10,500 ആയിരിക്കും, അല്ലെ 10,500 കഴിഞ്ഞ് ഒരു 50 പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ 10,550 അല്ലെങ്കിൽ 10,500.50 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡെസിമൽ ഫീൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സാലറി. പിന്നെ ഡിപ്പാർട്ട്മെന്റ് varchar ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ID ഒന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ഡയറക്ട്ലി സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നീട് നമ്മളത് റീഫാക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ടേബിളിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് റെഡിയാണ്. ഞാൻ MySQLന്റെ ടൂൾ, അതായത് ടേബിൾ പ്ലസ് ഓപ്പൺ ചെയ്തിട്ട് ലോക്കൽ ഹോസ്റ്റിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ Command K അല്ലെങ്കിൽ Control K ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിന്റെ ലിസ്റ്റ് ഒക്കെ വരും. അവിടെ പുതിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ്, 1-HRMS അതാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. അതിൽ ടേബിൾസ് ഒന്നുമില്ല. SQL സെക്ഷനിൽ വന്നിട്ട് എന്റെ ഒരു കോഡ് പ്ലേസ് ചെയ്തു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. സെലക്ട് ചെയ്തിട്ട് റൺ കൊടുത്തു. അപ്പൊ കുറേ ഒക്കെ 0 റോസ് എഫക്റ്റഡ്, അതായത് റോസ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല, കുറേ ഓക്കെയാണ്. അപ്പൊ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ വന്നിട്ടുണ്ട്. ID ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ സാലറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതേപോലെ ഇൻഡെക്സും കാണാൻ പറ്റും. ഇനി അടുത്തത് PHPയിൽ നിങ്ങൾക്ക് ഒരു MySQL ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ആ ഒരു ഡാറ്റാബേസിന്റെ നെയിം, പിന്നെ അതേപോലെ MySQLന്റെ യൂസർ നെയിം, പാസ്വേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒന്നിലധികം സ്ഥലത്ത് നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് PHPന്റെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ക്ലീനപ്പിന് വേണ്ടിയിട്ടാണ്. ഒരു ക്ലീൻ കോഡ് എഴുതാൻ വേണ്ടിയിട്ട്, മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പല സ്ഥലത്ത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും MySQL ഉപയോഗിക്കും. എല്ലാ സ്ഥലത്തും നിങ്ങൾ പല സ്ഥലത്ത് പല ഫയലിൽ പോയിട്ട് യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റാബേസ് ഒക്കെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് മാത്രം കൊടുത്തിട്ട് അതെല്ലായിടത്തും റീയൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊരു ക്ലാസ് ഫയലാണ്. ക്ലാസ് ഫയൽ ആയതുകൊണ്ട് അതിന്റെ പേര് ഞാൻ ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ തന്നെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്. ക്ലാസ് ഫയൽ ആയതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് കൊടുക്കുന്നത്. എന്നിട്ട് database.php. അപ്പൊ ഡാറ്റാബേസിന്റെ യൂസർ നെയിം, പാസ്വേഡ്, നെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫയലിൽ കൊടുക്കും. അപ്പൊ അത് PHP ഫയൽ, PHP കോഡാണ് അതിൽ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് PHPന്റെ ടാഗ് ഓപ്പൺ ചെയ്തു. PHP ടാഗ് PHP. എന്നിട്ട് അടുത്ത ലൈനിലാണ് നമ്മൾ ഒരു കോഡ് എഴുതുന്നത്. ഒരു ക്ലാസ് ആണത് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ഡാറ്റാബേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ഒരു ക്ലാസ് കൊടുക്കുന്നത് എങ്ങനെയാണ്. ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു, എന്നിട്ട് ക്ലാസിന്റെ നെയിം, എന്നിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എങ്ങനെയാണ് ക്ലാസ് എഴുതുന്നത്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് കൊടുക്കേണ്ട കുറച്ച് വേരിയബിൾസ് ഉണ്ടാക്കണം. അതായത് ഡാറ്റാബേസിന്റെ നെയിമിന് യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നെയിമുകൾ ഉണ്ടാക്കാണ്. ഈ ക്ലാസ് മറ്റുള്ള ക്ലാസ് ഒന്ന് ആക്സസ് ചെയ്യുമ്പോൾ ഈ വേരിയബിൾസ് എന്താക്കേണ്ടതില്ല, അവർക്ക് അറിയേണ്ടതില്ല. അപ്പൊ അതിനു വേണ്ടി ഈ വേരിയബിൾസ് ഇവിടെ മാത്രം ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചതാണ് ആക്സസ് മോഡിഫയേഴ്സ്. നമ്മൾ പല രീതിയിലുള്ള ആക്സസ് മോഡിഫയേഴ്സ് പഠിച്ചതാണ്, അതായത് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. അപ്പൊ നമ്മളിവിടെ നമ്മളുടെ ആ ഒരു വേരിയബിൾസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ഈ ഡാറ്റാബേസ് ഏത് ഹോസ്റ്റ് ആണ്, അതിനൊരു ഹോസ്റ്റ് നെയിം ഉണ്ടാവും. ആ ഹോസ്റ്റ് നെയിം ആണ് ആദ്യം വേണ്ടത്. അപ്പൊ ഞാനൊരു പ്രൈവറ്റ് വേരിയബിൾ ഉണ്ടാക്കി $host, പ്രൈവറ്റ് $host ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ്, അതായത് ലോക്കൽ ഹോസ്റ്റ് ആണ്. അത് നിങ്ങളെ സെർവറിലൊക്കെ ആണെങ്കിൽ അതിന്റെ IP അഡ്രസ്
അല്ലെങ്കിൽ ഡൊമൈൻ നെയിം ഒക്കെ കൊടുക്കാം. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ട് ലോക്കൽ ഹോസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റിന് പകരം ചിലർക്കൊന്നും ഇങ്ങനെ കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് IP അഡ്രസ് കൊടുക്കാം. ലോക്കൽ ഹോസ്റ്റിന്റെ IP അഡ്രസ് 127.0.0.1 ഇതാണ് ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ്. ഇപ്പൊ ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രൈവറ്റ് വേരിയബിൾ ഡാറ്റാബേസിന്റെ നെയിം ഏതാണെന്ന് കൊടുക്കുന്ന ഒരു വേരിയബിൾ നെയിം ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് $db നെയിം ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത് 1-HRMS ആണ്. അപ്പൊ ആ ഒരു നെയിം കൊടുത്തു, സെമികോളൻ ഒന്നും ഇടാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് കൊടുക്കും. അപ്പോൾ നമ്മളൊക്കെ ബൈ ഡീഫോൾട്ട് യൂസർ നെയിം പാസ്വേഡ് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ റൂട്ട് ആയിരിക്കും നമ്മളെ യൂസർ. അപ്പോൾ യൂസർ നെയിം പ്രൈവറ്റ് യൂസർ നെയിം റൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് നമ്മൾക്കൊക്കെ എംപ്റ്റി ആയിരിക്കും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അതും പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട് പാസ്വേഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. PHPയിൽ MySQL കണക്ട് ചെയ്യുന്നത് MySQL I എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് ഹോസ്റ്റ് നെയിം പാസ് ചെയ്യണം, പിന്നെ നമ്മൾ യൂസർ നെയിം, പാസ്വേഡ്, അടുത്തതായിട്ട് DBന്റെ നെയിം, അതായത് ഏതാണ് ഡാറ്റാബേസിന്റെ നെയിം, ഇത്രയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂ MySQL I, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഹോസ്റ്റിന്റെ നെയിം ഇവിടെ ആദ്യം ഹോസ്റ്റിന്റെ നെയിം കൊടുക്കും, പിന്നെ DBന്റെ യൂസർ നെയിം, പാസ്വേഡ്, DB നെയിം, അങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ കോഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചു ഓരോ ആക്ഷൻസ് നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾക്ക് മെത്തേഡും പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതാണ് പ്രോപ്പർട്ടീസ്, അതായത് വേരിയബിൾസിനാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അതിന്റെ സ്വഭാവങ്ങൾ. ഇനി കണക്ട് ചെയ്യുക, ഡാറ്റാബേസ് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ ആക്ഷൻ ആണ്. ആ ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മെത്തേഡിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അവിടെ നമ്മൾ പബ്ലിക് ആണ് ആക്സസ് മോഡിഫയർ കൊടുക്കുന്നത്. എന്തിനാണ് ഈ പബ്ലിക്കും പ്രൈവറ്റും ഇവിടെ യൂസ് ചെയ്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പബ്ലിക് ഫംഗ്ഷൻ കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാകും. എന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ആ കണക്ഷനോട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആക്സസ് മോഡിഫയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഒരു കണക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്തു അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷന് ഒരു വേരിയബിൾ ഉണ്ടാക്കി, പ്രൈവറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് അത് ആക്സസ് ചെയ്യാം. ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ ദിസ് കണക്ഷൻ ഈക്വൽ ടു നൾ. ആദ്യം നിലവിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നൾ എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ആ കണക്ഷൻ വേരിയബിൾ സെറ്റ് ചെയ്യാണ് ന്യൂ MySQL I. MySQL I എന്ന് പറയുന്നത് represents a connection between PHP and MySQL database. PHPന്റെ ഡോക്യുമെന്റേഷനിൽ പറയുന്ന ഇതാണ്, ഡാറ്റാബേസിന്റെ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ്. അല്ലെ ഏതൊക്കെ ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്നുള്ളത് അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ദിസ് ഹോസ്റ്റ്, ദിസ് യൂസർ നെയിം, പിന്നെ ദിസ് പാസ്വേഡ്, ദിസ് ഡാറ്റാബേസ് നെയിം, DB നെയിം അല്ല ഡാറ്റാബേസ്, DB നെയിം ക്യാപ്സ്. അപ്പോൾ അതവിടെ കൊടുത്തു. എന്നിട്ട് അത് ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എന്നിട്ട് ചെക്ക് ചെയ്യണം എറർ ഉണ്ടോ. ഈ ദിസ് കണക്ഷൻ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ചെയ്യാം. അതിൽ എറർ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, കണക്ട് അണ്ടർസ്കോർ എറർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ കണക്ട് ആ ഒരു CONN ആരോ കണക്ട് എറർ, അതിൽ കണക്ഷൻ എറർ ഉണ്ടെങ്കിൽ if ഡൈ, അതായത് ആപ്ലിക്കേഷൻ അവിടുന്ന് ക്വിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ഓൺ. ഡൈ എന്ന് പറയുന്ന PHP ഉള്ള ഫംഗ്ഷൻ ആണ്. നിലവിലെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് എറർ ത്രോ ചെയ്യുക. അതായത് ഡാറ്റാബേസ് കണക്ട് ചെയ്യാതെ മുന്നോട്ട് പിന്നെ ആപ്ലിക്കേഷൻ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവിടുന്ന് എൻഡ് ആവുകയാണ് ആപ്ലിക്കേഷൻ. കണക്ഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് കൊടുത്ത് അതിന്റെ കൂടെ അപ്പൻഡ് ചെയ്യാണ്, ഡോട്ട് ഇട്ടിട്ടാണ് PHPയിൽ അപ്പൻഡ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു എറർ കൂടെ അപ്പൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു എററും കാണിക്കും. എന്നിട്ട് റിട്ടേൺ ദിസ് കണക്ഷൻ, ആ കണക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, CONN വേരിയബിൾ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതായത് ഇത് ഫംഗ്ഷൻ തിരിച്ചു കിട്ടുന്നത്. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദിസ്. എന്തിനാണ് $this എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? നിങ്ങളൊരു ഫംഗ്ഷൻ, അതായത് മെത്തേഡ്, ഒരു ക്ലാസ്സിൽ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ അതേ ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിലോ ഉള്ള മെത്തേഡ്സോ പ്രോപ്പർട്ടീസോ ആക്സസ് ചെയ്യുമ്പോൾ $this എന്ന് പറഞ്ഞു കൊടുക്കും, $this ആരോ, എന്നിട്ട് അതെല്ലാവർക്കും വേരിയബിൾ കൊടുക്കും. അതായത് ഇപ്പൊ ഹോസ്റ്റ് എന്നാണ് വേരിയബിൾ, $host ജസ്റ്റ് യൂസ് ചെയ്യാതെ $this host, അതായത് ഈ ഒരു ക്ലാസ്സിലുള്ള ഹോസ്റ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒന്നുകിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പുറത്ത് ഫംഗ്ഷന്റെ പുറത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണം. ആ ഒരു വേരിയബിളിന് ആക്സസ് മോഡിഫയേഴ്സും ഉണ്ടായിരിക്കണം. പിന്നെ എന്തിനാണ് ഈ ഒരു വേരിയബിൾസ് ഇവിടെ പ്രൈവറ്റ് ആക്കിയിട്ടുള്ളത്? നമ്മൾ പഠിച്ചു പ്രൈവറ്റ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ വേറെ ഏതെങ്കിലും ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു MySQL I എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ന്യൂ കൊടുക്കണം. ക്ലാസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ന്യൂ കൊടുക്കണം. ഇൻസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ ജസ്റ്റ് MySQL I ആണെങ്കിൽ നിങ്ങൾക്ക് എറർ കിട്ടും, അത് വർക്ക് ആവില്ല. അൺഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇല്ല. ന്യൂ MySQL I എന്ന് കൊടുക്കുമ്പോൾ അത് PHPന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള എന്താണ് ഒരു ക്ലാസ്
ക്ലാസ് ആണ്, ഇൻബിൽറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ല, അതൊരു ക്ലാസ് ആണ്. ഇവിടെ അതിന്റെ ഡോക്യുമെന്റേഷനിൽ കാണാം, അതുകൊണ്ടാണ് ന്യൂ കൊടുക്കുന്നത്. അതേപോലെ വേരിയബിൾസ് ഞാൻ പറഞ്ഞു ദിസ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യില്ല. അൺഡിഫൈൻഡ് വേരിയബിൾ $host എന്ന് പറഞ്ഞു വരും. പിന്നെ അതേപോലെ വേരിയബിൾസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്സസ് മോഡിഫയേഴ്സ് ഇല്ലാതെ വേരിയബിൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലാസിന്റെ ഉള്ളിൽ ആക്സസ് മോഡിഫയേഴ്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ ഒരു ഹോസ്റ്റ്, അതായത് ഈ ഡാറ്റാബേസിന്റെ ഹോസ്റ്റ് ഏതാണ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണെന്നുള്ളത് വേറൊരു ക്ലാസ്സിനും അറിയേണ്ട ആവശ്യമില്ല. വേറെ ക്ലാസ്സുകൾക്ക് എന്താണ് വേണ്ടത്, ഡാറ്റാബേസ് കണക്ട് ചെയ്യണം, അത്രമാത്രമേ ആവശ്യമുള്ളൂ. ഡാറ്റാബേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ഡാറ്റാബേസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, ഇതൊന്നും മറ്റുള്ള ക്ലാസ്സിനോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു ഫംഗ്ഷൻ വർക്ക് ആയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ആ ഒരു എൻകാപ്സുലേറ്റ് ചെയ്ത് വെക്കുക, അതായത് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മൾ ആ ഒരു ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് മറ്റുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രൈവറ്റ് ആക്സസ് മോഡിഫയേഴ്സ് കൊടുത്തത്. ഈ വേരിയബിൾസിനെ കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾസിന്റെ ആവശ്യമില്ല, കാരണം ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഓൾറെഡി അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേരിയബിളും പ്രൈവറ്റ് ആണ്. പിന്നെ ഈ ഫംഗ്ഷൻ എന്തിനാണ് പബ്ലിക് കൊടുത്തത്, നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഈ കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഡാറ്റാബേസിലേക്ക് കണക്ട് ആവുള്ളൂ. ഇവിടെ ഒന്നും പാസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് അറിയേണ്ടതല്ല, ഇവിടെ ഓൾറെഡി ഉണ്ട് ഡാറ്റ, കണക്ട് ചെയ്യേണ്ട ഡാറ്റ. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ മറ്റുള്ള ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കോഡിൽ നിന്നോ ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഫംഗ്ഷന് പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ് ആണുള്ളത്. നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ടോപ്പിൽ തന്നെ ഒരു PHP കോഡ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു HTML ഫയലിന്റെ മുകളിൽ പോയിട്ട് PHP ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് PHP ടാഗ് ക്ലോസ് ചെയ്യാം. അത് ഒരു HTML കോഡ്, അതായത് ഒരു PHP ഫയലാണ്, അതിൽ തന്നെ HTML കൊടുക്കുക, PHP കൊടുക്കുക. എവിടെയൊക്കെ നിങ്ങൾക്ക് PHP കോഡ് എക്സിക്യൂട്ട് ചെയ്യണോ അവിടെ PHP ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യാതിരിക്കരുത്, നിങ്ങൾ ക്ലോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് എറർ ആയിരിക്കും. PHP ടാഗ് നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം. ആ ഫയൽ നിങ്ങൾക്ക് ഒരു HTML കോഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ ഈ ഒരു ഡാറ്റാബേസ് ഫയൽ നിങ്ങൾക്ക് PHP കോഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ക്ലാസ് ഫയൽ നമുക്ക് ഈ ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർ വൺസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് വൺസ് അല്ലെങ്കിൽ റിക്വയർ ഇൻക്ലൂഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ റിക്വയർ വൺസ് കൊടുക്കണം. റിക്വയർ വൺസ് എന്നിട്ട് അതിന്റെ പാത്ത് കൊടുക്കണം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലുള്ള database.php എന്ന് പറഞ്ഞ ക്ലാസ്, ആ ഒരു ഫയലിലെ കണ്ടന്റ് ഈ ഒരു ഫയൽ ലോഡ് ചെയ്യണം. അതാണ് റിക്വയർ വൺസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരിക്കൽ മാത്രം ലോഡ് ചെയ്താൽ മതി, വീണ്ടും വീണ്ടും ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണ്ട. അപ്പൊ അത് ലോഡ് ചെയ്തു. ഇനി അതിലെ ക്ലാസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. ഡോളർ, ഇവിടെ നമ്മൾക്ക് സെയിം പേരിൽ വേരിയബിൾ ഉണ്ടാക്കാം. വേരിയബിൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. എന്താണ്, ന്യൂ ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ ക്ലാസ് നമ്മൾ വിളിച്ചു. ഇവിടെ ഈ ഒരു ഡാറ്റാബേസിന് കൺസ്ട്രക്ടർ ഒന്നുമില്ല, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടർ ഇല്ലാത്തതുകൊണ്ട് ബൈ ഡീഫോൾട്ട് അതിൽ വേരിയബിൾസ് ഒന്നും പാസ് ചെയ്യാനില്ല. അപ്പോൾ ന്യൂ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ് വിളിച്ചു, എന്നിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ആ വേരിയബിൾ അതിന് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവും. ഇനി ആ ഒരു കണക്ഷൻ എന്ന വേരിയബിളിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. എന്താണ്, ഈ ഫംഗ്ഷൻ ആ ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസിലുള്ള കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് അത് നമ്മൾ കോൾ ചെയ്യണം. ഇത് നമുക്ക് എക്കോ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോയി റീഫ്രഷ് ചെയ്തു വന്നത് ഒബ്ജക്ട് ഓഫ് ക്ലാസ് MySQL could not be converted to string. അതായത് നമുക്ക് ഇവിടെ ഇത് എക്കോ ചെയ്യണമെങ്കിൽ സ്ട്രിംഗ് ആണ് എക്കോ ചെയ്യേണ്ടത്. നമുക്ക് പ്രിന്റ് കൊടുക്കാം അല്ലെങ്കിൽ വാർഡംപ് കൊടുക്കാം. var_dump എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിളും അതിന്റെ ടൈപ്പും എല്ലാം കൂടെ പ്രിന്റ് ചെയ്യും. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് var_dump എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലേക്കാണ് ആ ഒരു പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത്, അതൊരു ഒബ്ജക്റ്റ് ആണ് MySQL. അതിന്റെ ഒബ്ജക്റ്റ് അഫക്റ്റഡ് റോസ്, ക്ലയന്റ് ഇൻഫോ, MySQLന്റെ വേർഷൻ, ക്ലയന്റ് വേർഷൻ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് നമുക്ക് കണക്ട് എറർ നള്ളാണ്, അതായത് എറർ ഒന്നുമില്ല. അപ്പൊ എറർ ഒന്നുമില്ല, കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആയി. അപ്പൊ ഇങ്ങനെയാണ് ഡാറ്റാബേസ് ബേസിക് ആയിട്ട് അതിന്റെ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ജസ്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതേപോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളായിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ PHPയിൽ പഠിച്ച് ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിച്ചു. പിന്നെ ആക്സസ് മോഡിഫയേഴ്സ്, മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കി, മെത്തേഡ്സും ഉണ്ടാക്കി. പിന്നെ അതിൽ തന്നെ ആക്സസ് മോഡിഫയേഴ്സ്, പബ്ലിക്കും പ്രൈവറ്റും ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ $this എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നെയിം സ്പേസ് കൂടെ ആഡ് ചെയ്യണം. നെയിം സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളും അത്
ഏത് ഫോൾഡറിലുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ നെയിം സ്പേസ് നമ്മൾ ആപ്ലിക്കേഷൻ നെയിം കൊടുത്തിട്ട്, അപ്പൊ ഞാനിവിടെ ഈ ഒരു നെയിം സ്പേസ് പൊതുവെ നമ്മൾ ആപ്ലിക്കേഷൻ നെയിം സ്ലാഷ് ആ ഫോൾഡർ നെയിം അതായിരിക്കും നെയിം സ്പേസ് ഉണ്ടാവുക. നെയിം സ്പേസ് ആദ്യം ടോപ്പിൽ കൊടുക്കണം. PHP ടാഗ് ക്ലോസ് ചെയ്ത് വേറെ എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പായിരിക്കണം നെയിം സ്പേസ് കൊടുക്കുന്നത്. അപ്പൊ നെയിം സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുക്കുക. നെയിം സ്പേസ് സ്മോളിൽ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഒരു പേരുണ്ടല്ലോ 1HRMS അല്ലെ, 1HRMS അങ്ങനെ ഒരു ക്യാപിറ്റൽ ഒരു കേസിൽ കൊടുത്തു, HRMS. എന്നിട്ട് ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ടിട്ട് ഈ ഫോൾഡറിന്റെ പേരുന്ന ഡാറ്റാബേസ്. ഇതാണ് നമ്മൾക്ക് ഒരു നെയിം സ്പേസ് കൊടുക്കും. അപ്പോൾ ഈ ഒരു നെയിം സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഈ ഒരു നെയിം സ്പേസിൽ ഉണ്ടായിരിക്കണം. അതായത് MySQL അൺഡിഫൈൻഡ് ടൈപ്പ്, ഇവിടെ എറർ കാണാം. ഇപ്പോൾ MySQL അൺഡിഫൈൻഡ് ടൈപ്പ് 1HRMS/database/MySQL. അപ്പോൾ ഈ ഒരു നെയിം സ്പേസ് കൊടുത്തപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഫയലിലുള്ള എല്ലാം ഡയറക്റ്റ് വിളിക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഈ ഒരു നെയിം സ്പേസിന്റെ ഉള്ളിലായിരിക്കണം എന്നുള്ള എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഈ MySQL ഡയറക്റ്റ് PHP എന്ന് വരുന്നതാണ്. അപ്പോൾ അതിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നെയിം സ്പേസ് എന്താണെന്ന് പഠിച്ചു. ഇനി നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കീവേഡ് കൊടുത്ത്, യൂസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ടാണ് നെയിം സ്പേസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ MySQL എന്നുള്ള ഡയറക്റ്റ് വേറെ നെയിം സ്പേസ് ഒന്നും ഇല്ലാതെ PHP എന്ന് വരുന്നത്. അപ്പൊ യൂസ് MySQL എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എറർ പോകും. അപ്പോൾ ഈ ഒരു MySQL റെഫർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? PHPന്റെ ഡയറക്റ്റ്. അതുകൊണ്ടാണ് യൂസ് MySQL എന്ന് പറഞ്ഞു കൊടുത്തത്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതേപോലെ യൂസ് കൊടുക്കണം. അപ്പോൾ നെയിം സ്പേസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും വേറൊരു നെയിം സ്പേസിലുള്ള ക്ലാസ് എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിൽ ആക്സസ് ചെയ്യുക എന്നുള്ളതും പഠിച്ചു. യൂസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കണം. നെയിം സ്പേസ് കൊടുക്കുന്ന ടോപ്പിലായിരിക്കും. ഇനി നമുക്ക് വേണ്ടത്, ഇതൊരു HRMS ആപ്ലിക്കേഷൻ ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അതിലുള്ള ഓരോ ഒബ്ജക്റ്റിനും ക്രൂഡ് ഓപ്പറേഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോ എംപ്ലോയിന്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയ്യും, സാലറിന്റെ ചെയ്യും, അങ്ങനെ ഓരോന്നും ചെയ്യും. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ഏത് ഫംഗ്ഷനാലിറ്റി ഇതിൽ ആഡ് ചെയ്യണമെങ്കിലും അതിന് ക്രൂഡ് ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് നിങ്ങൾ ചെയ്തിരിക്കണം, മിസ്സായി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്റർഫേസ് ഉണ്ടാക്കിയത്. അതായത് ഈ ഒരു കോഡിൽ പറയാണ് ഒരു ക്രൂഡ് ഇന്റർഫേസ് ഉണ്ട്, ആ ഒരു ഇന്റർഫേസ് എല്ലാവരും യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാക്കി വെക്കാം. അതൊരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മൾ പഠിച്ചു ഇന്റർഫേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതിൽ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ടാക്കിയിടും. എന്നിട്ട് ഈ ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളിലൊക്കെ ആ ഫംഗ്ഷൻ നിർബന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതായത് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഇന്റർഫേസ്. ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ PHPന്റെ മുമ്പ് നമ്മൾ പഠിച്ച വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിന്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ പ്രോജക്റ്റിൽ വന്നിട്ട് ഡാറ്റാബേസ് ഫോൾഡർ ക്ലോസ് ചെയ്തു. ഒരു MySQL ഡയറക്റ്റ് പ്രോജക്റ്റിൽ പോയിട്ട് ഇന്റർഫേസിന് വേണ്ടിയിട്ടുള്ള ഫോൾഡർ ഉണ്ടാക്കാം. ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. ബൈ മിസ്റ്റേക്ക് എന്റെ ഡാറ്റാബേസ് ഫോൾഡറിന്റെ ഉള്ളിലാണ് ആ ഒരു ഫോൾഡർ വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഡാറ്റാബേസ് ഫോൾഡർ ക്ലോസ് ചെയ്യുമ്പോൾ അതും ക്ലോസ് ആകുന്നുണ്ട്. അപ്പൊ ഞാൻ പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടപ്പോൾ വീണ്ടും അത് ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് മൂവ് ചെയ്തു, PHP താഴേക്ക് മൂവ് ചെയ്തപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ഇന്റർഫേസിന്റെ ഉള്ളിൽ ഞാൻ ഒരു ക്രൂഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ്, ന്യൂ ഫയൽ. ഇപ്പൊ ഇന്റർഫേസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ക്രിയേറ്റ് ചെയ്യും. ക്രൂഡ് ഇന്റർഫേസ് .php I ക്യാപ്സ് ആണ് കൊടുത്തത്, C ക്യാപ്സ് ആണ് കൊടുത്തത്. PHP ടാഗ് ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നെയിം സ്പേസ് കൊടുക്കണം. ആപ്ലിക്കേഷന്റെ പേര് സെയിം ആണ്, പക്ഷെ ഫോൾഡറിന്റെ പേര് ഇന്റർഫേസ്. ഇനി ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ക്രൂഡ് ഇന്റർഫേസ് എന്നിട്ട് കർലി ബ്രേസിറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള ഫംഗ്ഷന്റെ പേരും ആക്സസ് മോഡിഫയേഴ്സും കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഏത് ക്രൂഡ് ഓപ്പറേഷൻ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വേണം. അപ്പൊ അതിന് നമ്മൾ ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പബ്ലിക് ഫംഗ്ഷൻ ആഡ്, അതായത് ഏത് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഫംഗ്ഷൻ ഉണ്ടായി. പിന്നെ എല്ലാ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ വേണം. അപ്പൊ അതിനുവേണ്ടി പബ്ലിക് ഫംഗ്ഷൻ ലിസ്റ്റ് ഓൾ എന്ന ഫംഗ്ഷൻ വേണം. ഇവിടെ നമ്മൾ കേളി ബ്രേസ് ഇടുന്നൊന്നുമില്ല, ജസ്റ്റ് സെമിക്കോൺ ഇടുക. അതിന്റെ ബ്ലൂ പ്രിന്റ് മാത്രമാണ് ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ID പാസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിനെ മാത്രം കാണാം. അതായത് ഒരു എംപ്ലോയിന്റെ ID പാസ് ചെയ്തിട്ട് ആ എംപ്ലോയിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വേണം. അപ്പൊ അതിന് ഫൈൻഡ് വൺ, അതിലേക്ക് ID കൂടെ പാസ് ചെയ്യണം എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ID പാസ് ചെയ്തിട്ടാണ് ഈ ഒരു എംപ്ലോയിനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റിന് ഒരു ഫംഗ്ഷൻ വേണം. അതിനും ID
കൊടുക്കണം. ഡിലീറ്റിനും ഇതേപോലെ തന്നെ ID വേണം. ഇനി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ് പല തവണ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡ് എന്നും ബാക്ക് എൻഡ് എന്നും രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഡാറ്റ വാലിഡേറ്റ് ചെയ്യണം. യൂസർ കറക്റ്റ് ഡാറ്റ എൻറ്റർ ചെയ്യണമെന്നില്ല. അത് ഫസ്റ്റ് നെയിം എൻറ്റർ ചെയ്തിട്ടുണ്ടോ മാൻഡേറ്ററി ആയിട്ട് ഡാറ്റ എന്ന് ഫ്രണ്ട് എൻഡ് എന്ന് വാലിഡേറ്റ് ചെയ്യണം. ആ വാലിഡേഷൻ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡിൽ വീണ്ടും നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെ നമുക്ക് വേണം. അപ്പൊ അതിന് പബ്ലിക് ഫംഗ്ഷൻ വാലിഡേറ്റ്, അതിൽ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്തിട്ടാണ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള ഒരു ഫംഗ്ഷനും കൂടെ ബ്ലൂപ്പിൽ ആഡ് ചെയ്തു. അപ്പൊ ഇതാണ് ഒരു ഇന്റർഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏത് ക്ലാസ് ആണോ ഈ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ക്ലാസ് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് കേളി ബ്രേസ് ഒക്കെ കൊടുത്ത് അതിന്റെ ഉള്ളിലെ കോഡും എഴുതിയിരിക്കണം. അതാണ് ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ മാൻഡേറ്റ് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഇന്റർഫേസ് ഉപയോഗിക്കുന്ന ക്ലാസ്സുകളോട് പറയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെങ്കിൽ ഇത്രയും ഫംഗ്ഷൻസ് നിങ്ങളെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അത്, നമ്മൾ ഒരാൾ പോലും വിട്ടുപോകാൻ പാടില്ല. ഒരു ക്രൂഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൽ അപ്ഡേറ്റ് ഫംഗ്ഷൻ ഇല്ലാതായി പോയത്, അപ്ഡേറ്റിനുള്ള ഓപ്ഷൻ ഇല്ലാതായി പോയത്. അപ്പൊ അങ്ങനെയുള്ള നിർബന്ധിക്കുക, അതിനാണ് ഒരു ബ്ലൂ പ്രിന്റ്. അതാണ് ഒരു ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് index.php നമ്മൾ ആ ഡാറ്റാബേസ് ക്ലാസ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു. അതിന് നമ്മൾ നെയിം സ്പേസ് ആഡ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു നോക്കാം. ആ ഒരു index.php ഫയൽ ഓൾറെഡി റെഡ് കളറിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ടൈപ്പ് ഡാറ്റാബേസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമ്മൾ നെയിം സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ നെയിം സ്പേസ് കൂടെ കൊടുത്തിട്ട് വേണം ഇനി ആ ഒരു ക്ലാസ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 1HRMS \database ആ രീതിയിലായിരിക്കണം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എറേഴ്സ് ഒന്നുമില്ല. 1HRMS ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു നെയിം സ്പേസിലുള്ള ഡാറ്റാബേസ് ആണ് ഇവിടുന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ആ ഒരു നെയിം സ്പേസ് ഇതാണ്, പിന്നെ ആ ഒരു ക്ലാസ് നെയിം കൂടെ അത് \/ ഇട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നേരത്തെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഡാറ്റാബേസ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന എറേഴ്സ് ആണ് കിട്ടുക. ഇപ്പോൾ അത് കറക്റ്റ് വന്നിട്ടുണ്ട്. കണക്ട് എറേഴ്സ് ഒന്നുമില്ല. ഇനി ആ ഒരു ഡാറ്റാബേസിന്റെ നിങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, ഡാറ്റാബേസിന്റെ നെയിം തെറ്റിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ എറർ പ്രോപ്പർ ആയിട്ട് പ്രിന്റ് ആവുന്നുണ്ട്. ഈ പ്രിന്റ് ആവുന്ന എവിടുന്നാണ്, ഫാക്ടൽ എറർ. വേറെ കണ്ടന്റ് ഒന്നും വന്നിട്ടില്ല, നമ്മളെ HTML കോഡ് ഒന്നും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്, ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈ ആണ് കൊടുത്തിട്ടുള്ളത്. കണക്ഷൻ എറർ ഉണ്ടെങ്കിൽ ഡൈ, വേറൊന്നും കാണിക്കണ്ട, അവിടെ ഡൈ ചെയ്യാനാണ് പറയുന്നത്. അതൊരു ഫംഗ്ഷൻ ആണ്. അതിൽ കണക്ഷൻ ഫെയിൽഡ് എന്താണോ എറർ കാണിക്കുമ്പോൾ കണക്ഷൻ ഫെയിൽഡിന്റെ എറർ എന്താണ്, അൺനോൺ ഡാറ്റാബേസ് 1HRMS. അങ്ങനെ ഒരു ഡാറ്റാബേസ് ഇല്ല, അതാണ് എറർ. അപ്പൊ ഇവിടെ നമ്മൾ വാർഡമ്പ് പ്രിന്റ് ചെയ്തു, അതായത് ഈ ഒരു കണക്റ്റിന്റെ കണ്ടന്റ് പ്രിന്റ് ചെയ്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എറർ വന്നിട്ടുള്ളത്. ഇനി പ്രിന്റ് ചെയ്തിട്ടില്ല, നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേജ് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി വാർഡമ്പ് ഉപയോഗിച്ചു, ജസ്റ്റ് കണക്ട് മാത്രം വിളിച്ചു, നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, ഡംപ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എറർ കറക്റ്റ് കാണാം. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഓരോ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഓരോ ക്ലാസ് വേണം. അതായത് ഇപ്പൊ എംപ്ലോയി ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് വേണം. അപ്പോൾ നമ്മൾ മോഡൽ, ഡാറ്റാബേസിനെ കണക്ട് ചെയ്യുന്ന ഒരു കോഡ് ആയതുകൊണ്ട് തന്നെ അതിനെ മോഡൽ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ ഉള്ളിൽ മോഡൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ്, അതിന്റെ ഉള്ളിൽ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. employee.php ക്ലാസ് ആയതുകൊണ്ട് ഈ ക്യാപ്സ് ആണ്. സിമ്പിൾ ആയിട്ട് ഒരു എംപ്ലോയി ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്സിന് നെയിം സ്പേസ് കൂടെ കൊടുക്കണം. നെയിം സ്പേസ് കൊടുത്തു, ആക്സസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾക്ക് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ നോക്കാൻ പറ്റില്ല. ഇവിടെ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഡാറ്റാബേസിനെ കണക്ട് ചെയ്യണം. അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ക്ലാസ് ഈ ക്ലാസ്സിലെ കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കണം, എല്ലാ ക്ലാസ്സിനും വിളിക്കണം. അപ്പൊ അത് നമ്മൾ ആ ഒരു ഡാറ്റാബേസിന്റെ കണക്ഷൻ ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അവിടെയും നമ്മൾ ആക്സസ് ചെയ്തു. അങ്ങനെ എല്ലായിടത്തും ആക്സസ് ചെയ്യുന്നതിന് പകരം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അവിടെ ആക്സസ് ചെയ്യാം. എന്നിട്ട് അതിനെ ഈ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാം, ആ രീതിയിലേക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബേസ് മോഡൽ .php. അപ്പൊ അതിന് നെയിം സ്പേസ് 1HRMS മോഡൽ കൊടുത്തു, ക്ലാസ് ബേസ് മോഡൽ, എന്നിട്ടൊരു വേരിയബിൾ പ്രൊട്ടക്റ്റഡ്, അതായത് ഈ ഒരു ക്ലാസ്സിനും ആക്സസ് ചെയ്യാം, പിന്നെ ഈ ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കും ആക്സസ്
ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പ്രൊട്ടക്റ്റഡ് $CON കണക്ഷൻ. എന്നിട്ട് പബ്ലിക് ഫംഗ്ഷൻ അത് കൺസ്ട്രക്ട് ആണ്. അതായത് ഈ ഒരു മോഡൽ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് DB എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ പാസ് ചെയ്യണം. ആ വേരിയബിൾ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു ആക്സസ് മോഡിഫയേഴ്സ് കൂടെ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് എവിടെ ആക്സസ് ചെയ്യാം? ഈ ഒരു ബേസ് മോഡലിന്റെ ഉള്ളിലും ആക്സസ് ചെയ്യാം, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബേസ് മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസിന്റെ അവിടെ എംപ്ലോയി മോഡൽ എക്സ്റ്റെൻസ് ബേസ് മോഡൽ എന്ന് കൊടുക്കണം. അതായത് ഈ എംപ്ലോയി എന്ന് പറഞ്ഞ മോഡൽ ബേസ് മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ബേസ് മോഡൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ ഫയലിൽ നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഈ ഒരു നെയിം സ്പേസ് മോഡലാണ്. അത് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1HRMS മോഡൽ ന്യൂ 1HRMS മോഡൽ എംപ്ലോയി എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്പെക്ടഡ് 1 ആർഗ്യുമെന്റ്. നേരത്തെ നമ്മൾ ഡാറ്റാബേസിനെ വിളിച്ചപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ് ഒന്നും കൊടുത്തില്ല. ഇവിടെ എക്സ്പെക്ടഡ് 1 ആർഗ്യുമെന്റ്സ് ഫൗണ്ട് 0. അതെന്തുകൊണ്ടാണ്? ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നുമില്ല, കൺസ്ട്രക്ടർ ഒന്നുമില്ല. അതെന്തിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ബേസ് മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബേസ് മോഡൽ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, ആ കൺസ്ട്രക്ടർ ഒരു വേരിയബിളിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എറർ അങ്ങനെ വന്നിട്ടുള്ളത്. അവിടെ ജസ്റ്റ് ഞാനൊരു ഡാറ്റ, ഒരു സ്ട്രിംഗ് empty ഡാറ്റ കൊടുക്കുകയാണ്. ഈ അടുത്ത നിങ്ങൾക്ക് കാണാം അൺകോട്ട് എറർ ക്ലാസ് HRMS മോഡൽ എംപ്ലോയി നോട്ട് ഫൗണ്ട് ഇൻ index.php. ഇങ്ങനെ ഒരു എറർ വരും. അതായത് ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ ഈ ഫയലിലില്ല, ഈ ഒരു ഫയലില്ല ക്ലാസ്. ആ ഫയലിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ റിക്വയർ ചെയ്യണം. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞ ഫോൾഡറിലുള്ള employee.php റിക്വയറോ അല്ലെങ്കിൽ ഇൻക്ലൂഡോ ചെയ്യണം. ഇനി അടുത്തൊരു എറർ വരുന്നത് അൺകോട്ട് എറർ ക്ലാസ് ഉണ്ട് ബേസ് മോഡൽ നോട്ട് ഫൗണ്ട് ഇൻ എവിടെയാണ്? മോഡൽ employee.php. അത് ഈ ബേസ് മോഡൽ എന്ന് പറയുന്ന മോഡൽ employee.php എന്ന് പറയുന്ന ഫയലില്ല. അപ്പൊ അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? സെയിം ഫോൾഡറിലാണെങ്കിൽ കൂടെ നമ്മൾ റിക്വയർ ചെയ്യണം. ഇവിടെ അടുത്ത ഒരു എറർ വരാൻ പോകുന്നത് കാണിച്ചു തരാം. റിക്വയർ ഒരു സെയിം ഫോൾഡറിലാണ് അല്ലെ. അപ്പൊ ബേസ് മോഡൽ .php. ഇവിടെ നിങ്ങൾക്ക് എറർ കാണാം. നെയിം സ്പേസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഹാസ് ടു ബി ഇൻ ദ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ ആഫ്റ്റർ എനി ഡിക്ലെയർ കോൾ ഇൻ ദ സ്ക്രിപ്റ്റ്. സെയിം എറർ ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു നെയിം സ്പേസ് PHPന്റെ മറ്റുള്ള ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം നെയിം സ്പേസ് കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു എറർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യാം. ഇനി ഇപ്പൊ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ നോക്കാം. ഇപ്പൊ എറേഴ്സ് ഒന്നുമല്ല, ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബേസ് മോഡൽ എക്സ്റ്റെൻഡ് ചെയ്തു, എംപ്ലോയി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ. ഇനി നമുക്ക് ആ ഒരു ക്രൂഡ് ഇന്റർഫേസ് കൂടെ യൂസ് ചെയ്യണം ഇവിടെ. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇന്റർഫേസ് ഇൻക്ലൂഡ് ചെയ്യാം. റിക്വയർ വൺസ് ആ ഒരു ഇന്റർഫേസ് ക്രൂഡ് ഇന്റർഫേസ് ഇവിടെ റിക്വയർ ചെയ്തു. അതിനുശേഷം ഒരു ഇന്റർഫേസ് ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ കീവേഡ് ഇംപ്ലിമെന്റ്സ് എന്താണോ ആ ഇന്റർഫേസിന്റെ പേര്. ഇവിടെ ഇംപ്ലിമെന്റ്സ് ക്രൂഡ് ഇന്റർഫേസ് എന്താക്കാൻ വേണ്ടിയിട്ടാണ്? ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എറർ വന്നു അൺഡിഫൈൻഡ് ടൈപ്പ് 1HRMS മോഡൽ ക്രൂഡ് ഇന്റർഫേസ്. അതായത് മോഡൽ എന്ന് പറഞ്ഞ ഈ ഒരു നെയിം സ്പേസിന്റെ ഉള്ളിൽ ക്രൂഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രത്യേക നെയിം സ്പേസിലായതുകൊണ്ട് ആ നെയിം സ്പേസ് കൂടെ ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ റിക്വയർ ചെയ്തതിന് ശേഷം, റിക്വയറിന്റെ മുമ്പല്ല, റിക്വയർ ചെയ്തതിനു ശേഷം ആ ഫയലിലുള്ള കണ്ടന്റ് ലോഡ് ആയതിനു ശേഷം നമ്മൾ യൂസ് 1HRMS ഇന്റർഫേസ് ക്രൂഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എറർ പോയിട്ടുണ്ട്. ഇപ്പൊ വേറെ എറർ ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്താണ്? 1HRMS മോഡൽ എംപ്ലോയി ഡസ് നോട്ട് ഇംപ്ലിമെന്റ് മെത്തേഡ് ആഡ് ലിസ്റ്റ് ഓൾ ഫൈൻഡ് വൺ അപ്ഡേറ്റ് ഡിലീറ്റ് വാലിഡേറ്റ്. ഇപ്പൊ അടുത്ത എറർ, അതായത് ഈ ഇന്റർഫേസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു, ഓക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ആ ഒരു ഇന്റർഫേസ് പറയുന്നത് എന്താണ്? ഏതൊരു ക്രൂഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ക്ലാസ്സും അവർക്ക് ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഒന്നുമില്ല, ഈ ക്ലാസ് എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് ഈ എറർ വന്നിട്ടുള്ളത്. ഇനി ആ എറർ കൂടെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ഫംഗ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറേഴ്സ് ഫിക്സ് ആവും. അപ്പോൾ പബ്ലിക് ആണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്റർഫേസിൽ പോയി നോക്കാം ഏതൊക്കെ ഫംഗ്ഷൻസ് ആണെന്നുള്ളത്. ജസ്റ്റ് ഫോർ നൗ നമുക്ക് ഈ ഫംഗ്ഷൻസ് കോപ്പി ചെയ്തതിനു ശേഷം എല്ലാത്തിനും ബോഡി ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ജസ്റ്റ് ബോഡി ഇട്ട് ഒരു ലൈൻ ഇട്ട് ഓരോ ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ബോഡി ഇട്ടപ്പോൾ എറർ പോയിട്ടുണ്ട്. നമ്മൾ ബ്രൗസറിൽ കൂടെ ചെക്ക് ചെയ്തേക്കാം. ബ്രൗസറിലും എറേഴ്സ് ഒന്നുമില്ല. ഇനി ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമുക്കൊരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്ന ഫംഗ്ഷൻ ആണ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ന്യൂ എംപ്ലോയി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ
കോൾ ചെയ്യണം. എന്നിട്ട് ആ ഒരു ഫംഗ്ഷൻ എന്താണോ ചെയ്യുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ട് ഫംഗ്ഷനിലേക്ക്, അതായത് നമ്മളൊരു ഡാറ്റാബേസിന്റെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ട് അതായിരിക്കണം കൺസ്ട്രക്ട് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻ അണ്ടർസ്കോർ കൺസ്ട്രക്ട് എന്നിട്ട് $db എന്നൊരു വേരിയബിൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മൾ പാരന്റ്, അതായത് ബേസ് മോഡലാണ് പാരന്റ്, അതിൽ കൺസ്ട്രക്ട് ഫംഗ്ഷൻ ഉണ്ട്, സെയിം ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനെ വിളിക്കാൻ വേണ്ടി പറയാണ്. അതായത് ഈ ഒരു എംപ്ലോയി ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരന്റിന്റെ കൺസ്ട്രക്ട് എന്താണ് ചെയ്യുന്നത് അതിനെ വിളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാരന്റ് എന്നാണ് കീവേഡ് അണ്ടർസ്കോർ കൺസ്ട്രക്ട്, അതായത് ഇതിന്റെ പാരന്റ് ആരാണ്, ബേസ് മോഡലാണ്. പാരന്റിലുള്ള കൺസ്ട്രക്റ്റിലേക്ക് ഈ ഒരു DB, ഇവിടെ കിട്ടുന്ന DB പാസ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗോ ടു ഡെഫിനിഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണുള്ള അങ്ങോട്ടേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് കാണാം അത് ദിസ് CON എന്ന വേരിയബിളിലേക്ക് DB എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യും. നത്തിങ് മച്ച്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇങ്ങനെ ഇതിന്റെ ഒരു ആവശ്യം നമുക്ക് അവിടെ ഇപ്പൊ വരുന്നില്ല, ഈ ഒരു എക്സാമ്പിൾ വരുന്നില്ല. അഡ്വാൻസ് എക്സാമ്പിൾ ഒക്കെ വരുമ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് ചെയ്യുന്നത്, കണക്ഷൻ എന്ന വേരിയബിളിലേക്ക് ആ ഒരു വേരിയബിളിനെ സ്റ്റോർ ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു $CON എന്ന വേരിയബിൾ നമുക്ക് ഇവിടെ ഇല്ല, ഈ ഒരു എംപ്ലോയി എന്ന ക്ലാസ്സിലില്ല. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്ത ബേസ് മോഡൽ അതുണ്ട്. ബേസ് മോഡലിൽ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ഉണ്ട്. പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ഈ ക്ലാസ്സിലും ആക്സസ് ചെയ്യാം, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിലും ആക്സസ് ചെയ്യാം. അപ്പോൾ CON എന്ന വേരിയബിളിന്റെ വാല്യൂ എന്തായിരിക്കും, $DB നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും. അപ്പൊ ആ CON എന്ന വേരിയബിൾ നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസിന്റെ ഉള്ളിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തത് നമുക്ക് ആഡ് ഫംഗ്ഷനും ലിസ്റ്റ് ഫംഗ്ഷനും ഒക്കെയാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ ആഡ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ HTML ഫോം ഒക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വറി എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള MySQL പഠിച്ചിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്യാം, അതായത് ഫെച്ച് ചെയ്യാം അല്ലെങ്കിൽ റീഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഒരു ഡാറ്റാബേസിലുള്ള, അതായത് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് കാണണം. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്വറിയാണ് സെലക്ട് ക്വറി. സെലക്ട് സ്റ്റാർ അല്ലെങ്കിൽ സെലക്ട് ഇന്ന ഫീൽഡുകൾ സെലക്ട് ചെയ്യാം, നമ്മൾ പഠിച്ചതാണ്, അതാണ് സെലക്ട് ക്വറി. അപ്പൊ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡാറ്റ ഇല്ല, അത് നമുക്ക് കുറച്ച് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന മാനുവൽ ആയിട്ട് MySQL സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് സെലക്ട് ഉപയോഗിച്ച് റീഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടേബിൾ പ്ലസിൽ SQL ക്വറി സെക്ഷനിൽ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ക്വറി ഇതാണ്, ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയീസ് എന്നാണ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വാല്യൂസ് എന്തൊക്കെയാണ് വേണ്ടത്, ഫസ്റ്റത്തെ റോയിലുള്ള വാല്യൂസ് ജോൺ ഡോ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഓർഡർ, പിന്നെ അടുത്തത് ഇവിടെ ഇമെയിൽ ആണ്, അപ്പൊ ഇമെയിലൂടെ, അടുത്തത് സാലറി, അപ്പൊ സാലറിയുടെ, അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ആണ് IT. അപ്പൊ ഒരു ഫസ്റ്റ് റോ ആയി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അടുത്ത റോക്ക് വേണ്ടിയിട്ട് അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ ഡാറ്റ ഒക്കെ കൊടുത്ത് ലാസ്റ്റ് ഒരു കോമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എക്സൽ പോലെ എന്ന് പറഞ്ഞു. ഒരു റോ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എൻട്രി ആണ്, ഒരു ഡാറ്റയാണ്. അതായത് എന്റെ എൻട്രി അൻഷാദ് എന്ന് പറയുന്ന ഒരു കസ്റ്റമറിന്റെ അല്ലെ എംപ്ലോയിന്റെ എൻട്രി എന്നാണ് ഫസ്റ്റ് റോ ആണെങ്കിൽ, കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ആളുടെ എൻട്രി സെക്കൻഡ് റോ ആയിരിക്കും, ജാസിമിന്റെ എൻട്രി തേർഡ് റോ ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോ ഉണ്ടാവും. ആ റോനെയാണ് നമ്മൾ ഒരു പ്രൈമറി കീ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായിരിക്കും അതിന്റെ ഐഡന്റിഫയർ. നമ്മൾക്ക് ഒരു ആധാർ കാർഡ് ഒക്കെ ഉണ്ട് ഐഡന്റിഫയർ, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഉണ്ട്. അതേപോലെ നമ്മൾക്ക് ഓരോ റോയും ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പ്രൈമറി കീ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ പ്രൈമറി കീ കൊടുത്തിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും റോസ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തു, റൺ കൊടുത്തു, 10 റോസ് അഫക്റ്റഡ്, 10 റോസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടേബിളിൽ പോയി റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തപ്പോൾ സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഡാറ്റയിൽ പോയി വന്നു കഴിഞ്ഞാൽ 10 റോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് റീഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ആ കൊറിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ആയത്. നമുക്ക് ഇവിടെ MySQL നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയാണ് ക്രിയേറ്റ് ടേബിൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇൻസേർട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് സെലക്ട് ഉപയോഗിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ക്വറി കൊടുക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്, റൺ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആ ഒരു ടേബിളിലുള്ള ഡാറ്റ കാണാൻ പറ്റും. ഇതാണ് സെലക്ട് ക്വറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെലക്ട് ക്വറിയാണ് നമുക്ക് ഡാറ്റ എടുത്തിട്ട്, ഇവിടുന്നാണ് ഡാറ്റ എടുത്തിട്ട് നമുക്ക് ആ ഒരു PHPന്റെ ടേബിൾ ലിസ്റ്റിൽ കാണിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് നമുക്ക് ഇനി കോഡ് എഴുതുന്നത്. ലിസ്റ്റ് ഓൾ എന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ക്വറി എഴുതാം. ക്വറി എഴുതാൻ വേണ്ടിയിട്ട് അതൊരു ടേബിൾ നെയിം ആണ്, ഇതൊരു മോഡലാണ്. ഈ എംപ്ലോയി എന്ന് പറഞ്ഞ മോഡൽ ഏത് ടേബിളുമായിട്ടാണ് മാപ്പ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു പ്രൈവറ്റ് വേരിയബിൾ ഉണ്ടാക്കി വെക്കാം. കാരണം എല്ലാ ഫംഗ്ഷനിലും നമുക്ക് ആ ടേബിളിന്റെ നെയിം യൂസ് ചെയ്യേണ്ടി വരും. അതിപ്പോ ലിസ്റ്റ് ഓൾ ആകുമ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്, ആഡ് ആകുമ്പോൾ ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയീസ്. അപ്പൊ എല്ലായിടത്തും എംപ്ലോയീസ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു ടേബിളിന്റെ നെയിം നമുക്ക് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട്, പുറത്തുള്ള ക്ലാസ്സിനൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഡാറ്റാബേസിന്റെ ടേബിളിന്റെ നെയിം മാറ്റുമ്പോൾ 10 സ്ഥലത്തോ അല്ലെങ്കിൽ 8 സ്ഥലത്തോ പോയിട്ട് ചേഞ്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് റീയൂസബിൾ കോഡ് എഴുതുന്നത്. അപ്പോൾ ലിസ്റ്റ് ഓളിൽ ആദ്യം നമുക്ക് ആ ഒരു ക്വറി എഴുതണം. ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. അപ്പൊ ക്വറി ഈക്വൽ ടു സെലക്ട് സ്റ്റാർ ഫ്രം, ആ കോട്ട് ക്ലോസ് ചെയ്തു. ഇനി അപ്പൻഡ് ചെയ്യാണ് ഡോട്ട് ഡോളർ ദിസ് ടേബിൾ. അപ്പോൾ ഈ ഒരു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്, അതായിരിക്കും ക്വറി. അപ്പൊ ക്വറി എന്ന് പറഞ്ഞ വേരിയബിൾ അത് ജസ്റ്റ് സ്ട്രിംഗ് ആണ്, അത് എക്സിക്യൂട്ട് ആയിട്ടൊന്നുമല്ല. ഇനി ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ ടേബിൾ പ്ലസിലാണ് പേസ്റ്റ് സെലക്ട് ചെയ്ത് റൺ ദിസ് ക്വറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൺ ദിസ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും അല്ലെ. ഇവിടെ നമ്മൾ PHP MySQL കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ വേരിയബിൾ ഉപയോഗിച്ചാണ് ക്വറി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു കണക്ഷൻ റിസൾട്ട് ആയിരിക്കും. റിട്ടേൺ ദിസ് CONN എവിടെ നിന്നാണ് വരുന്നത്? ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ബേസ് മോഡൽ എന്നാണ് വരുന്നത്, നമ്മൾ നോക്കിയതാണ്. എന്നിട്ട് അതിൽ ക്വറി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനിലേക്ക് ഈ ക്വറി പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യും. അപ്പൊ ലിസ്റ്റ് ഓൾ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ആ ലിസ്റ്റ് ഓൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തു. ആദ്യം $എംപ്ലോയി ഈക്വൽ, ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫയൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പിന്നീട് അത് ചേഞ്ച് ചെയ്യും. $എംപ്ലോയി ഈക്വൽ ടു ന്യൂ ആണ് HRMS മോഡൽ എംപ്ലോയിയിൽ എംപ്റ്റി സ്ട്രിംഗ് ആണ്, എറർ ഉണ്ടാവും. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ആദ്യം എറർ വരുത്താം നമുക്ക്. എന്നിട്ട് ഇതിലുള്ള ആ ഫംഗ്ഷൻ വിളിക്കണം അല്ലെ. $എംപ്ലോയി എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിലുള്ള എന്താണ് ലിസ്റ്റ് ഓൾ, അതിലേക്കൊന്നും പാസ് ചെയ്യാനൊന്നുമില്ല ആ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഈ ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി എംപ്ലോയി എന്ന് പറഞ്ഞ വേരിയബിൾ ആ ഇൻസ്റ്റൻസ് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിലുള്ള വേരിയബിൾസോ ഫംഗ്ഷൻസോ ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി എന്ന് പറഞ്ഞ ഒബ്ജക്ട്, ഇത് ഒബ്ജക്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ആരോ ഇടുന്നത്. ആരോ ഇട്ടിട്ട് ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ആക്സസ് ചെയ്തു. അതിൽ വേറെ എന്താണുള്ളത്? ഒരു വേരിയബിൾ ഉണ്ട്, $ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട് അല്ലെ. ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇവിടെ ലിസ്റ്റ് ഓൾ തന്നെ ഇപ്പോൾ എറേഴ്സ് ഉണ്ടാകും, കാരണം നമ്മൾ DB പ്രോപ്പർ അല്ല പാസ് ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യം ചെക്ക് ചെയ്യാം. അൺകോട്ട് എറർ, കോൾ ടു മെമ്പർ ഫംഗ്ഷൻ ക്വറി ഓൺ സ്ട്രിംഗ്, അതായത് ക്വറി എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇവിടെ എംപ്ലോയില് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണോ ആ പാസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റിലേക്ക് പോകും. എംപ്ലോയിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളം, അതിലേക്ക് നമ്മൾ എംപ്റ്റി സ്ട്രിംഗ് ആണ് പാസ് ചെയ്യുന്നത്. അത് പാരന്റ് കൺസ്ട്രക്റ്റിലേക്ക് പോകും. പാരന്റ് കൺസ്ട്രക്ട് അത് ജസ്റ്റ് ആ ഒരു ദിസ് കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു ദിസ് കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ ക്വറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ദിസ് കണക്ഷൻ എന്താണ്? ജസ്റ്റ് സ്ട്രിംഗ് ആണ്. അപ്പൊ ആ ഒരു സ്ട്രിംഗിൽ എന്തില്ല? ആ ഒരു ക്വറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല. കോൾ ടു എ മെമ്പർ ഫംഗ്ഷൻ ക്വറി ഓൺ സ്ട്രിംഗ്. അപ്പോൾ സ്ട്രിംഗിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ എറർ കിട്ടും. അപ്പൊ പ്രോപ്പർ കണക്ഷൻ നമുക്ക് അവിടെ പാസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇൻഡെക്സിൽ വന്നിട്ട് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ HRMS ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി, എന്നിട്ട് DB എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഡാറ്റാബേസ് കണക്ട്, നമ്മൾ നേരത്തെ കണ്ട ഡാറ്റാബേസിലുള്ള കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്താണ് വിളിച്ചു, എന്നിട്ട് അത് വേരിയബിൾ സ്റ്റോർ ചെയ്തു. അപ്പൊ അങ്ങനെ ഈ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ കൂടെ റിക്വയർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് മോഡലല്ല, ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡറിലുള്ള ഡാറ്റാബേസ് .php ഫയൽ അത് റിക്വയർ ചെയ്തു. എന്നിട്ട് അതിനെ കോൾ ചെയ്ത് വേരിയബിൾ ഉണ്ടാക്കി. ഈ വേരിയബിൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് ഒന്നുമില്ല. നമ്മളൊന്നും പ്രിന്റ് ചെയ്യുന്നില്ല, നമ്മളത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. എക്കോയോ പ്രിന്റാറോ അല്ലെങ്കിൽ വാർഡംബോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് റിസൾട്ട് വേറെ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഫംഗ്ഷൻ വിളിച്ചു, എറേഴ്സ് ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ബ്രോക്ക് ചെയ്യുന്ന നമ്മളെ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യുന്ന എറേഴ്സ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി. ഇനി അടുത്ത വേറെ ഒന്നും കൂടി ചെക്ക് ചെയ്യാനുള്ളത്, ഈ എംപ്ലോയി എന്ന് പറഞ്ഞതിൽ നമുക്ക് ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അൺഡിഫൈൻഡ് പ്രോപ്പർട്ടി $ടേബിൾ, അതായത് ടേബിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ ഒരു എംപ്ലോയിൽ വന്നിട്ട് ഈ പ്രൈവറ്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പബ്ലിക് ആക്കാം. പബ്ലിക് ആക്കി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. എക്കോ കൊടുക്കാം, പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് എക്കോ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എംപ്ലോയീസ് അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ആ ഒരു വേരിയബിൾ, ഈ ഒരു ഫംഗ്ഷനിലുള്ള പ്രോപ്പർട്ടി, ആ ഒരു പ്രോപ്പർട്ടി പബ്ലിക് ആണ്. നമ്മൾ നേരത്തെ പ്രൈവറ്റ് ആണ്. ഇനി പ്രൊട്ടക്റ്റഡ് കൊടുത്തു നോക്കാം. പ്രൊട്ടക്റ്റഡ് കൊടുത്തു കഴിഞ്ഞാലോ അപ്പോഴും എറേഴ്സ് ആയിരിക്കും. അൺഡിഫൈൻഡ് പ്രോപ്പർട്ടി എന്നാണ് വരുന്നത്. കനോട്ട് ആക്സസ് പ്രൊട്ടക്റ്റഡ് പ്രോപ്പർട്ടി. അപ്പോ അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട്സൈഡ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ബേസ് മോഡലിൽ ഉള്ള ആ ഒരു കണക്ഷൻ വേരിയബിൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എംപ്ലോയിയിൽ ആക്സസ് ചെയ്തിട്ടുണ്ട്. ദിസ് കണക്ഷൻ അത് പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ ഔട്ട്സൈഡ് ക്ലാസ്, ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സോ സെയിം ക്ലാസ്സോ അല്ലാണ്ട് പ്രൊട്ടക്റ്റഡും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് മാറ്റിയിട്ട് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ
ആക്സസ് ചെയ്യാം. അതിന് പ്രൈവറ്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതായത് ഈ ക്ലാസ് എന്ന് മാത്രം ആക്സസ് ചെയ്താൽ മതി ഈ ഒരു ടേബിളിൽ തന്നെ. അപ്പോൾ ലിസ്റ്റ് ഓൾ വീണ്ടും കൊടുക്കാം. ലിസ്റ്റ് ഓൾ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രിങ് അല്ല, അതുകൊണ്ട് എക്കോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ കിട്ടും. അങ്ങോട്ട് ഒബ്ജക്ട് ഓഫ് ക്ലാസ് MySQL റിസൾട്ട് കുഡ് നോട്ട് ബി കൺവേർട്ടഡ് ടു സ്ട്രിങ്. ഇങ്ങനെ ഒരു പ്രിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു സ്ട്രിങ് അല്ലാത്ത ഒരു വസ്തുവാണ് നിങ്ങൾ എന്ത് നോക്കുന്നത്, എക്കോ ചെയ്യാൻ നോക്കുന്നത്. ഇനി പ്രിന്റ് അണ്ടർസ്കോർ ആർ എന്ന് പറഞ്ഞൊരു PHP ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നോക്കാം. ആ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് അറേ ടൈപ്പിൽ പ്രിന്റ് ചെയ്യുന്ന MySQL ഒബ്ജക്ട് കറന്റ് ഫീൽഡ് കൗണ്ട് 6, ലെങ്ത്, നമ്പർ ഓഫ് റോസ് 10, ടൈപ്പ് 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വാർ ഡംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാർ അണ്ടർസ്കോർ ഡംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആക്കാം. അതായത് നമ്മൾക്ക് ലിസ്റ്റോളം റിസൾട്ട് കിട്ടുന്നുണ്ട്, അത് നമുക്കിവിടെ പ്രിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡാറ്റാബേസ് ഇവിടെ എല്ലാം ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, റിക്വയർ ചെയ്തു, ഡാറ്റാബേസ് കണക്ഷൻ ക്ലാസ് ഒക്കെ യൂസ് ചെയ്തു, എംപ്ലോയ് യൂസ് ചെയ്തു, അതിന് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു എക്സിക്യൂഷൻ നടക്കുന്നതിന് മുമ്പ് HTML വരണം. അതായത് നമുക്ക് ഈ ഒരു ആവശ്യമുള്ളത്, ഈ കോഡ് ആവശ്യമുള്ളത് എവിടെയാണ്, ആ ഒരു ടേബിളിന്റെ ബോഡിന്റെ ഉള്ളിലാണ്. അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഫസ്റ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതുവരെ യൂസേഴ്സ് വെയിറ്റ് ചെയ്യും. യൂസേഴ്സിന് ഒന്നും കാണാൻ പറ്റില്ല, HTML അതായത് നമ്മളെ ലോഗോയോ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് അതൊക്കെ ആദ്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ പ്രിന്റ് ഒക്കെ നടന്നോട്ടെ, അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്യാൻ ടൈം എടുക്കും. ആ കമ്പൈലേഷൻ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ വേണ്ടത് എവിടെയാണ്, ഈ ബോഡിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ PHP ആ കോഡ് ചെയ്യാം. ഇനി നമുക്ക് ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് എടുക്കാം. റിസൾട്ട് ഈക്വൽ ടു എംപ്ലോയി ഡോട്ട് ലിസ്റ്റ് ഓൾ ഒരു വേരിയബിളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡാറ്റ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ചിലപ്പോൾ എംപ്ലോയീസ് ഇല്ലാത്ത അവസ്ഥയാണോ, ചിലപ്പോൾ എംപ്ലോയി ഉള്ള അവസ്ഥയാണ്. എംപ്ലോയി ഇല്ലെങ്കിൽ നോ റെക്കോർഡ്സ് ഫൗണ്ടും, എംപ്ലോയി ഉണ്ടെങ്കിൽ ഉള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഈഫ് കണ്ടീഷൻ ഉണ്ട്. ഈഫ് കണ്ടീഷൻ റിസൾട്ട് ഹൈഫൺ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ അതിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞുകൊണ്ട് നം അണ്ടർസ്കോർ റോസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ റിസൾട്ട് ആരോ നം റോസ് ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്പർ ഓഫ് റോസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാം. എൽസ് എന്താണ്, എൽസ് നമുക്ക് റെക്കോർഡ് ഇല്ല എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് എക്കോ ഒരു TR ഇടാം ആദ്യം, ടേബിളിന്റെ റോ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ TD വേണം, സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ TD, അതിൽ നമ്മൾ കോൾ സ്പാൻ കൊടുക്കണം. കോൾ സ്പാൻ എത്ര കോളത്തിന്റെ സ്പേസ് ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, നമുക്ക് കോളം ഉള്ളത് 1, 2, 3, 4, 5, 6, 7 കോളംസ് ഉണ്ട്. അപ്പൊ 7 കോളംസ് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ TDന്റെ ഉള്ളിൽ എന്തെങ്കിലും നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുക്കും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. നിങ്ങൾ ഈ ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഈ ഒരു കീവേഡ് എക്കോ കീവേഡിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ ആർഗ്യുമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ കോട്ട് കൊടുത്തു. എന്നിട്ട് ഡബിൾ കോട്ട് ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഈ ഡബിൾ കോട്ടിന്റെ ഉള്ളിലുള്ളതാണ് അതിന്റെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അതിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണ്ടും ആ ഒരു ഡബിൾ കോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ആവും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നൊന്നുമില്ല, അവിടെ ബ്രേക്ക് ആയി. അതിന് അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ പുറത്ത് ഡബിൾ കോട്ടാണ് ഇടുന്നെങ്കിൽ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ കോട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ പുറത്ത് സിംഗിൾ കോട്ട് ഉള്ളിൽ ഡബിൾ കോട്ട്, എങ്ങനെ ആയി കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പുറത്ത് ഡബിൾ കോട്ടും ഉള്ളിൽ സിംഗിൾ കോട്ടും യൂസ് ചെയ്യാം. അപ്പൊ എൽസ് എക്കോ എന്താണ്, നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നുള്ളത് കാണിക്കും. ഇനി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്, ഉണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടിലെ ഓരോ റോയില് കൂടെയും ലൂപ്പ് ചെയ്ത് പോയിട്ട് ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള ഓരോ റിസൾട്ടും കാണിക്കണം, പ്രിന്റ് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. അങ്ങനെ ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വൈൽ ലൂപ്പ് ആണ് ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ $റോ എന്നാണ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. ആ വേരിയബിളിന്റെ വാല്യൂ എന്താണ്, ഈക്വൽ ടു റിസൾട്ട് ഫെച്ച് അസോപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫെച്ച് അണ്ടർസ്കോർ അസോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വൈൽ ലൂപ്പിൽ ഓരോ പ്രാവശ്യം ഈ വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, ഓരോ വേരിയബിളിൽ റോ സ്റ്റോർ ചെയ്യും. ഫസ്റ്റത്തെ എംപ്ലോയി അൻഷാദ് ആണെങ്കിൽ അൻഷാദിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും റോയിൽ ഉണ്ടാവുക. സെക്കൻഡ് കൃഷ്ണപ്രസാദ് ആണ്, കൃഷ്ണപ്രസാദിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ റോയിൽ ഉണ്ടാവുക. എന്നിട്ട് എക്കോ ചെയ്യാണ് TR. എക്കോഡ് നിർത്തി ജസ്റ്റ് അപ്പൻഡ് ചെയ്ത് പോകാതെ ഒരു വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ TR ഇട്ടു. പിന്നെ അടുത്ത TD, ആ TDന്റെ TD2 കോഡ്സ് എന്നിട്ട് അപ്പൻഡ് ചെയ്യാൻ ഡോട്ട് ഇട്ടിട്ട് $റോ അതൊരു അറേ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അറേ ഓഫ് കീവേഡ്സ്, അതായത് നമ്മൾ ആ ഫീൽഡിന്റെ നെയിം ആയിരിക്കും അറേന്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അറേ ഓഫ് ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ID ആണ്. പിന്നെ അറേ ഓഫ് ഫസ്റ്റ് നെയിം, ഡാറ്റാബേസിൽ നമ്മൾ കൊടുത്ത ആ ഫീൽഡ് നെയിംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സാലറി ഡിപ്പാർട്ട്മെന്റ് $റോ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ അങ്ങനെ ഓരോന്നും സ്റ്റോർ ആവും. പിന്നെ അടുത്തത് എന്താണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, ആക്ഷന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് എൻഡ് എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ കൊടുത്തു. TDക്ക് ഒരു A ടാഗ്, അവിടെ ആഡ് എംപ്ലോയി ഡോട്ട് PHP ID ഈക്വൽ ടു, അതൊരു എംപ്ലോയിനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ID കൂടെ പാസ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, A ടാഗിന്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്ത് എഡിറ്റിനുള്ളതാണ്. ആ ബട്ടൺ നമ്മൾ BTN വാർണിംഗ് ഒരു
വാണിംഗ് കളറിലുള്ള ബട്ടൺ ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, അതായത് നമ്മൾ ക്വറി സ്ട്രിംഗിൽ ID കൂടെ പാസ് ID ഈക്വൽ ടു റോ ഓഫ് ID. പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെയിം തന്നെ ഡിലീറ്റിനും, പിന്നെ ഡിലീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷന് കൂടെ നമുക്ക് കൊടുക്കാം. ആ ഫംഗ്ഷന് കൂടെ എഴുതേണ്ടതുണ്ട്. തൽക്കാലം ഇപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കൺഫേം ഡിലീറ്റ്, റിട്ടേൺ കൺഫേം ഡിലീറ്റ് എന്ന് കൊടുത്തു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിലും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഡാറ്റ വന്നിട്ടുണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ, ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കൊടുക്കുമ്പോൾ ഡിലീറ്റ് ഒന്നും വർക്ക് ആവില്ല, കാരണം അങ്ങനെ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഫംഗ്ഷനാലിറ്റി ബേസ് ആയിട്ടുള്ള ഈ ടേബിൾ ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ക്രൂഡ് ഓപ്പറേഷനിൽ റീഡ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ക്രിയേറ്റ് ആണ്, പിന്നെ എഡിറ്റ് ആണ്, ഡിലീറ്റ് ആണ്. ഓരോ പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഡാറ്റാബേസ് കണക്ഷൻ നമ്മൾ ഇവിടെ ചെയ്തു, അതായത് കണക്ട് ചെയ്തു, DB കണക്ട് ചെയ്തു. ഇനി കണക്ഷൻ ക്ലോസ് ചെയ്യണം. നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വൈൽ ലൂപ്പ് ചെയ്തിട്ട് ആക്സസ് ചെയ്യണം. ആക്സസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രിന്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അത് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ആയിട്ട് നമുക്കത് ക്ലോസ് ചെയ്യണം. ഇപ്പൊ DB എന്ന് പറഞ്ഞ ആ ഒരു കണക്ഷൻ, അതിൽ DBയിൽ നമുക്ക് ക്ലോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. DB എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ്? ഡാറ്റാബേസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് CONN തന്നെയാണത്. അതിൽ CONN എന്ന് പറഞ്ഞ വേരിയബിൾ, അതിൽ ക്ലോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ക്ലോസ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സെർവറിനത് ഹെവി അതായിരിക്കും, മെമ്മറി യൂസ് ചെയ്യും, അതിന്റെ പ്രോസസ്സർ യൂസ് ചെയ്യും. അത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ക്ലൗഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ കണക്ഷൻ എപ്പോഴും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് യൂസ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കണം. നമ്മളിവിടെ ഡിലീറ്റ് ഓപ്പറേഷനിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലിങ്കിന്റെ ബട്ടൺ ക്ലിക്കിൽ ഓൺ ക്ലിക്ക് ഈക്വൽ ടു റിട്ടേൺ ഓൺ കൺഫേം ഡിലീറ്റ് എന്നാണ് ഒരു ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം അസെറ്റ്സിൽ JS എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ഫയൽ, ന്യൂ ഫയൽ script.js. എന്നിട്ട് അതിൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഓൺ കൺഫേം ഡിലീറ്റ്. ജസ്റ്റ് ആ ഫംഗ്ഷൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ തൽക്കാലം. റിട്ടേൺ ട്രൂ. അപ്പൊ ട്രൂ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ബാക്കി മുന്നോട്ട് പോകും. ഏത് ഫയലിലേക്കാണോ ലിങ്ക് കൊടുത്തത് അത് പോകും. റിട്ടേൺ ട്രൂ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എറർ കൂടെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ റിട്ടേൺ ട്രൂവിന് പകരം അത് വിളിച്ചോന്ന് മനസ്സിലാവേണ്ട ഒരു കൺസോൾ ലോഗ് കൂടെ ഇവിടെ ആഡ് ചെയ്യാം. console.log എക്സിക്യൂട്ടഡ്. ഇത് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് കാണണം. പിന്നെ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാം. ഇൻസ്പെക്ട് എലമെന്റ് എടുത്ത് കൺസോളിൽ പോയി ഈ ഒരു സെറ്റിംഗ്സ് എടുത്തിട്ട് ഇവിടെ പ്രിസർവ് ലോഗ്, അതായത് പേജ് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോഗ് കാണണം എന്നുള്ള ആ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തു. സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യാം. റീഫ്രഷ് ചെയ്തു, പേജിലേക്ക് നാവിഗേറ്റ് ചെയ്തതിന്റെ ആ ഒരു ലോഗ് വന്നിട്ടുണ്ട്. ബൈ ഡീഫോൾട്ട് ബ്രൗസർ ആഡ് ചെയ്യുന്നതാണ്. ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺകോട്ട് റെഫറൻസ് എറർ, കൺഫേം ഡിലീറ്റ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല എന്നുള്ളതാണ് വരുന്നത്. പിന്നെ അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എറർ ഉണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല എന്നുള്ളത്. അതിൽ നിന്ന് ഫാൾസ് ബൈ ഡിഫോൾട്ട് നിങ്ങൾ റിട്ടേൺ ചെയ്താൽ മാത്രമേ അവിടെ സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പോൾ കൺഫേം ഡിലീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല? ആ ഫംഗ്ഷൻ ആ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിലാണുള്ളത്. ആ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബോഡിയിൽ വന്നിട്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ കോഡ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം, കാരണം അതിൽ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വഴി ചിലപ്പോൾ ഓവർറൈറ്റ് ചെയ്യും. അതുകൊണ്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ കോഡിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി മറ്റൊരു എറർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ക്രിപ്റ്റ് src equal to assets/js/script.js ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സെൽഫ് ക്ലോസിംഗ് ആയിട്ട് കൊടുത്തു. ബാക്ക് എടുത്തു, റീഫ്രഷ് ചെയ്തു, ക്ലിയർ ചെയ്തു, കൺസോളിന്ന് ഡിലീറ്റ് കൊടുത്തു. വീണ്ടും എറർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, വ്യൂ പേജ് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തായിട്ട് കാണും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയലിലേക്ക് പോകുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ ലോഡ് ആവുന്നുണ്ട്. വ്യൂ സോഴ്സിൽ പോയിട്ട് ഫയൽ ലോഡ് ചെയ്ത പോലെ കാണുന്നുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ആവില്ല. എന്തുകൊണ്ടാണ്? അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് സെൽഫ് ക്ലോസിംഗ് ആവരുത്. സ്ക്രിപ്റ്റ് എപ്പോഴും അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ടാഗ് കൊടുക്കണം. ടാഗ് കൊടുത്തു, പ്രോപ്പർ ആയിട്ട് കൊടുത്തു. അതിനുശേഷം റീഫ്രഷ് ചെയ്തു, പേജ് ഒന്ന് റീഫ്രഷ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മളെ കൺസോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കൺസോൾ ഇവിടെ വന്നു. അപ്പൊ അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്
എംപ്ലോയീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓരോ ഫംഗ്ഷനാലിറ്റിയും ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ഡെവലപ്പറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊരു ടെസ്റ്ററിന്റെയോ അല്ലെങ്കിൽ ക്ലയന്റിന്റെയോ കസ്റ്റമറിന്റെയോ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിനാരിയോസും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. എന്താണ് പോസിറ്റീവ് സിനാരിയോ അല്ലെങ്കിൽ ഹാപ്പി പാത്ത് എന്ന് പറയുന്നത്? ഹാപ്പി പാത്ത് എന്താണ്? അത് എംപ്ലോയി ഉണ്ടെങ്കിൽ അവിടെ ലിസ്റ്റ് ആവും. ഓക്കെ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്തു, ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇല്ലാത്ത സമയത്ത് എന്താണ് വേണ്ടതെന്നുള്ള നമ്മൾ കോഡ് എഴുതി വെച്ചു, അത് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് കസ്റ്റമേഴ്സിനായിരിക്കും എറർ കിട്ടുക. അപ്പൊ അതും നമ്മൾ ചെക്ക് ചെയ്തിരിക്കും. അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ നമ്മൾ ഡാറ്റാബേസ് പോയിട്ട് മാനുവലായിട്ട് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഡാറ്റാബേസിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഡാറ്റാബേസിൽ നമ്മൾ പഠിച്ച ക്വറി ഉപയോഗിക്കാം. അതായത് ട്രങ്കേറ്റ് എന്ന് പറഞ്ഞ ക്വറി ഉപയോഗിക്കാം. ട്രങ്കേറ്റ് ടേബിൾ എംപ്ലോയീസ് റൺ ചെയ്തു, വൺ ക്വറി ഓക്കെ, എംപ്ലോയീസിൽ വന്നു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എം ടി ആയിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്തു. അപ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട്. ഇവിടെ കണ്ട ഒരു എറർ ഉണ്ട്, ഇഷ്യൂ ഉണ്ട്. അത് യൂസബിലിറ്റി ഇഷ്യൂ, ഡിസൈൻ ഇഷ്യൂ ആണ്. അപ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് ഇവിടെ ലെഫ്റ്റിലല്ല സാധാരണ വേണ്ടത്, കാരണം സെൻട്രലാണ് വേണ്ടത്. ഇത് ഈ ഒരു എല്ലാ ഫീൽഡിനെ ബാധിക്കുന്ന കാര്യം അത് സെൻട്രലിലേക്ക് ആക്കണം. അത് വർക്ക് ആയിട്ടില്ല. അപ്പൊ അത് ഫിക്സ് ചെയ്യണം നമുക്ക്. അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ വന്നിട്ട് നോ റെക്കോർഡ്സ് ഫൗണ്ട് കൊടുത്ത് ടിആറിന് നമുക്ക് ക്ലാസ് കൊടുക്കണം. നമ്മളിവിടെ റൈറ്റിലേക്കൊക്കെ പോകേണ്ട ക്ലാസ് കൊടുത്ത് ടെക്സ്റ്റ് എൻഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്റ്റാർട്ട്, എൻഡ് അല്ലെങ്കിൽ സെന്റർ, 3 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ ഈ ടിആറിന് നമ്മൾ ടിആറിനല്ല ടി ഡിക്കാണ് കൊടുക്കേണ്ടത്. ഈ ടി ഡിക്ക് നമ്മൾ ടെക്സ്റ്റ് സെന്റർ എന്ന് കൊടുക്കും. ടെക്സ്റ്റ് എൻഡിന് പകരം ടെക്സ്റ്റ് സെന്റർ. റീഫ്രഷ് ചെയ്ത് നോക്കാം. നോ റെക്കോർഡ്സ് ഫൗണ്ട് സെന്ററിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫംഗ്ഷനാലിറ്റിയിൽ നെഗറ്റീവ് സിനാരിയും പോസിറ്റീവ് സിനാരിയും രണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.